ആമേൻ ആമേൻ ആമേൻ. എല്ലാവർക്കും നന്ദി. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് സന്തോഷത്തോടെ ദൈവസന്നിധിയിലായിരിക്കാം. ഈ വൈകിയ സമയത്ത് നമ്മൾ ഒന്നിച്ച് ദൈവസന്നിധിയിലായിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അനുഗ്രഹത്തിന് കാരണമാകട്ടെ. പരിശുദ്ധാത്മാവ് നമ്മളോട് നേരിട്ട് ഇടപെടുന്ന ചില നിമിഷങ്ങളാക്കി ഈ നിമിഷങ്ങളെ ദൈവം മാറ്റട്ടെ. ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മീറ്റിംഗിന്റെ അനുഗ്രഹത്തിനായി നമ്മളെല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച്, പ്രത്യേകിച്ച് ഇന്ന് വൈകിയ സമയം നമ്മളോട് ദൈവത്തിന്റെ വചനത്തിൽ അറിയിക്കാൻ വേണ്ടി കടന്നു വന്നിരിക്കുന്ന ദൈവദാസിയെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അഭിഷേകത്തോടെ നിർത്തുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് സമയം അധികം ഡ്രാഗ് ചെയ്യാതെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇന്നത്തെ മീറ്റിംഗ് തുടങ്ങാം. പ്രാർത്ഥിച്ച് ആരംഭിക്കാൻ വേണ്ടി ഷീബ റജി പ്ലീസ് പ്രാർത്ഥിച്ച് ഇന്നത്തെ മീറ്റിംഗ് ആരംഭിച്ചാട്ടെ. ഹല്ലേലൂയ. ജീസസ്. പരിശുദ്ധാത്മാവെ അങ്ങയെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഈ സന്ധ്യാസമയത്ത് കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ കടന്നു വരുവാൻ നീ ഞങ്ങൾക്ക് കർത്താവെ ഭാഗ്യം തന്നതിനാൽ അങ്ങേ വാഴ്ത്തുന്ന കർത്താവെ. ഹല്ലേലൂയ. കർത്താവെ, ഒരു അരമണിക്കൂറോളം അങ്ങേ ഹല്ലേലൂയ കർത്താവെ പല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇടിവിൽ നിൽപ്പാൻ നീ ഞങ്ങളെ സഹായിച്ചതിനാൽ സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ നിറവിലും ഐക്യതയിലും ഞങ്ങളെ അവിടങ്ങളിൽ ഞങ്ങളെ പരിപാലിക്കുന്ന നിന്റെ ദയക്കായി, വിശ്വസ്തതയ്ക്കായി, കരുണയ്ക്കായി കർത്താവെ അങ്ങയെ സ്തുതിക്കുന്നു കർത്താവെ. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ഞങ്ങളെ പരിപാലിച്ച ദൈവത്തിന് മഹത്വം കർത്താവെ. ഞങ്ങൾ അല്പസമയം അങ്ങയുടെ സന്നിധിയിൽ കർത്താവെ ഏകാഗ്രതയോടെ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവെ നീ ഞങ്ങളോട് സംസാരിക്കണമേ, നീ ഞങ്ങളെ പണിയണമേ കർത്താവെ, നീ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ കർത്താവെ. ദേവദാസി അഭിഷേകത്തോടെ നിർത്തണമേ കർത്താവെ. ഹല്ലേലൂയ. മാനുഷിക ശബ്ദമല്ല, ദൈവത്തിന്റെ ശബ്ദം തന്നെ. ഹല്ലേലൂയ. യഹോവയുടെ കർത്താവെ പിളർന്ന നാവുകൾ തന്നെ ആ നാവിൽ പതിയുവാൻ ഹല്ലേലൂയ ദൈവ ശബ്ദം തന്നെ ഞങ്ങൾ കേൾക്കുവാൻ യേശുവിന്റെ നാമത്തിൽ കർത്താവെ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ബലത്തോടെ കർത്താവെ, ജ്ഞാനത്തോടെ, പരിജ്ഞാനത്തോടെ നിർത്തിയാട്ട കർത്താവെ. ക്രൂശിന്റെ മറവിൽ നിന്ന് കർത്താവിനെ ഉയർത്തി കാണിക്കുവാൻ കർത്താവിനെ ഹല്ലേലൂയ കർത്താവെ കർത്താവിന്റെ പത്രമായി നിൽക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് സഹായിക്കുന്നതിനാൽ സ്തോത്രം. ചേച്ചി അങ്ങയുടെ കരങ്ങൾ തരുന്നു കർത്താവ്. ലീഡ് ചെയ്യുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കുന്നതിനാൽ സ്തോത്രം. കൂടി വരേണ്ട എല്ലാവരും കർത്താവെ കറക്റ്റ് ടൈമിൽ കർത്താവെ കൂടി വരുവാൻ ഇടവരുത്തണമേ അപ്പാ. എല്ലാ ടെക്നിക്കൽ ഇഷ്യൂസിനെയും ദൈവം തന്നെ നിയന്ത്രിച്ചാട്ട കർത്താവെ. ഹല്ലേലൂയ. ദൈവം സഹായിക്കുന്നതിനാൽ സ്തോത്രം കർത്താവെ. അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കണമേ പിതാവേ. അമേൻ 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 അമേൻ. ഈ വൈകിയ സമയം നമുക്കൊരു പാട്ടുപാടി അല്പസമയം ദൈവത്തെ ആരാധിക്കാം. നമുക്ക് ഒരു ചടങ്ങ് പോലെയല്ല, നമുക്ക് ഒത്തിരി പാടാൻ നമുക്ക് സമയമില്ലല്ലോ. നമ്മൾ നല്ലൊരു പാട്ട് പാടുമ്പോൾ എല്ലാവരും ഏകാഗ്രഹൃദയത്തോടെ ദൈവസന്നിധിയിലായിരിക്കാം. നമ്മൾ പാടുന്നത് നമ്മുടെ ദൈവസന്നിധിയിലാണ്. നമ്മുടെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ പകർന്നുകൊണ്ട് അല്പസമയം നമുക്ക് ഏകാഗ്രഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കാം, ആരാധിക്കാം. തുടർന്നുള്ള സമയം ഒരു പാട്ട് പാടുവാൻ വേണ്ടി ബിന്ദു സിസ്റ്ററിനെ ക്ഷണിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തീയ ജീവിതം പോൽ ഭാഗ്യം പാരിൽ എന്നുള്ള പാട്ടാണ് ഞാൻ പാടുന്നത്. ഈ ലോകം മനുഷ്യർ പറയും നമുക്ക് കുറച്ച് സമ്പത്തുണ്ട്, കുറെ ഒരു സുഖ സൗകര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ വലിയ ഭാഗ്യവാന്മാരാണ്. പക്ഷെ എന്നാൽ ഇവിടെ പാട്ടുകാരൻ പറയുന്നു ക്രിസ്തീയ ജീവിതം പോലെയുള്ളൊരു ഭാഗ്യമാണ് ഈ പാരിൽ ഏറ്റവും വലിയത്. അതിനുള്ള ഭാഗ്യം ലഭിച്ചവരാണ് നമ്മളിവിടെ കൂടി വന്നിരിക്കുന്ന ഓരോരുത്തരും. അതിന് നാം ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതി വരികയില്ല. ആ പാട്ട് ഞാനിവിടെ പാടുന്നു. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ, ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. ക്രിസ്തീയ ജീവിതം പോലെയുള്ളൊരു മകൾ ഭാഗ്യമാം ജീവിതം പാരിലെന്തുള്ളൂ, മകൾ ഭാഗ്യമാം ജീവിതം പാരിലെന്തുള്ളൂ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. കഷ്ടതയും പട്ടിണിയും ഏറിടും നേരം മനക്ലേശം കൂടാതെ നിൽപ്പാൻ ശക്തി നൽകുന്ന, കഷ്ടതയും പട്ടിണിയും ഏറിടും നേരം മനക്ലേശം കൂടാതെ നിൽപ്പാൻ ശക്തി നൽകുന്ന, ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ, ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. ക്രിസ്തീയ ജീവിതം പോലെയുള്ളൊരു മകൾ ഭാഗ്യമാം ജീവിതം പാരിലെന്തുള്ളൂ, മകൾ ഭാഗ്യമാം ജീവിതം പാരിലെന്തുള്ളൂ. പരിഹാസം ചൊല്ലി ശത്രു നേർക്കു വരുമ്പോൾ സ്തോത്രം പാടി ആശ്വസിപ്പാൻ ശക്തി നൽകുന്ന,
പരിഹാസം ചൊല്ലി ശത്രു നേർക്കു വരുമ്പോൾ സ്തോത്രം പാടി ആശ്വസിപ്പാൻ ശക്തി നൽകുന്ന ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. കൂട്ടുകാരിൽ പരമായിട്ടെന്നെ പോറ്റുന്ന നല്ല പെറ്റമ്മയിൽ അൻപേറുന്ന യേശു പോരായോ. കൂട്ടുകാരിൽ പരമായിട്ടെന്നെ പോറ്റുന്ന നല്ല പെറ്റമ്മയിൽ അൻപേറുന്ന യേശു പോരായോ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. മാറാത്ത വാഗ്ദത്തം തന്ന കർത്താവേ, അതിലാശ്രയിച്ചു പാരിടത്തിൽ വേല ചെയ്യും ഞാൻ. മാറാത്ത വാഗ്ദത്തം തന്ന കർത്താവേ, അതിലാശ്രയിച്ചു പാരിടത്തിൽ വേല ചെയ്യും ഞാൻ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. ക്രിസ്തീയ ജീവിതം പോലെയുള്ളൊരു മകൾ ഭാഗ്യമാം ജീവിതം പാരിലെന്തുള്ളൂ. മകൾ ഭാഗ്യമാം ജീവിതം പാരിലെന്തുള്ളൂ. മകൾ ഭാഗ്യമാം ജീവിതം പാരിലെന്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ പാടിയതുപോലെ ക്രിസ്ത്യ ജീവിതം പോലെ ഭാഗ്യം പാരിലെന്തുള്ളൂ. എല്ലാം പരിഹാസം ചൊല്ലി ശത്രു നമ്മുടെ നേർക്ക് വരുമ്പോഴും നമുക്ക് സ്തോത്രഗാനം പാടി മുന്നേറാൻ കഴിയുന്നെങ്കിൽ മാത്രമേ നമ്മുടെ ക്രിസ്തീയ ജീവിതം വിജയകരമാകുകയുള്ളൂ. ഈ പരിഹാസി നമ്മൾക്കെതിരെ വരുമ്പോൾ, ശത്രു നമുക്കെതിരെ വരുമ്പോൾ കുഴഞ്ഞു പോകുന്ന ഒരു വിശ്വാസ ജീവിതമാണെങ്കിൽ, തളർന്നു പോകുന്ന, പ്രതിസന്ധിയിൽ വീണു പോകുന്ന ഒരു ക്രിസ്തീയ ജീവിതമാണെങ്കിൽ മ്യൂട്ടായി. ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തിൽ ബലപ്പെടുവാൻ നമുക്ക് കഴിയുന്നെങ്കിൽ മാത്രമേ നമ്മുടെ ക്രിസ്തീയ ജീവിതം കൊണ്ട് പ്രയോജനമുള്ളൂ. ഈ ദിവസങ്ങളിൽ നമുക്ക് അങ്ങനെ തന്നെ ഒന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കാം. കർത്താവേ, സ്തോത്രഗാനം പാടി മുന്നേറുവാന്, പ്രതികൂലങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ തളർന്നു പോകാനല്ല കർത്താവേ, ഈ ക്രിസ്തീയ ജീവിതം കർത്താവ് എനിക്ക് തന്നെങ്കിൽ ഇതിനേക്കാൾ ഭാഗ്യപരമായ ഒരവസ്ഥയും ഭൂമിയിലില്ല. ലോകം കരുതും പണമാണ് വലുത്, ലോകം കരുതും വിദ്യാഭ്യാസമാണ് വലുത്, ലോകം കരുതും ഈ ലോകത്തിലുള്ള നന്മകളാണ് വലുത്. അല്ല, ലോകത്തിന് തരാൻ കഴിയാത്ത ഏറ്റവും വലിയൊരു ഭാഗ്യം നമുക്ക് തന്ന കർത്താവിന്റെ സന്നിധിയിൽ നന്ദിയോടെ നമുക്കായിരിക്കാം. നമ്മളെ തെരഞ്ഞെടുത്ത ദൈവത്തിന്റെ സ്നേഹം, അവന്റെ കൃപ, ആ കൃപയുടെ മുമ്പിൽ നമുക്ക് നന്ദിയോടെ ദൈവസന്നിധിയിലായിരിക്കാം. തുടർന്ന് നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് കേൾക്കാൻ സമയമെടുക്കാം. നമ്മളോട് ഇന്ന് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് അറിയിക്കാൻ കടന്നു വന്നിരിക്കുന്നത് സിസ്റ്റർ ഗിരിജയാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് പരിചയമുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. സിസ്റ്റർ ഗിരിജ ചന്ദ്രവതി താൻ US പിറ്റ്സ്ബർഗ് എന്ന സ്ഥലത്ത് ദൈവത്തിന്റെ വേലയോടനുബന്ധിച്ചായിരിക്കുന്നു. തന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എത്ര പേര് കേട്ടു എന്ന് എനിക്ക് അറിയത്തില്ല. ഏതായാലും ഇന്ന് പകൽ നമുക്ക് തന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ കൂടെ, ദൈവം തന്നെ നടത്തിയ അനുഭവങ്ങളെ കുറിച്ച്, തന്റെ ജീവിതത്തിൽ ദൈവം കാണിച്ച കരുണയെ പറ്റി, അതിനോടൊപ്പം തന്നെ തന്നെ ശുശ്രൂഷയിൽ വിളിച്ചിറക്കിയ കർത്താവിന്റെ വലിയ കൃപകളെ പറ്റി കേൾക്കുവാനും വചനത്തിൽ നിന്ന് കേൾക്കുവാനും നമുക്ക് സമയമെടുക്കാം. ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല. എന്നെ ഷെളിയാന്റെയാണ് ആസ് യൂഷ്വൽ ഈ ഒരു സിസ്റ്ററിനെ പരിചയപ്പെടുത്തുവാൻ ഇടയായത്. നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഞങ്ങളോടൊപ്പം നിങ്ങളുടെ തിരക്കിനിടയിൽ, പ്രത്യേകിച്ച് അവിടെ ഏർലി മോർണിംഗ് ആണെന്ന് എനിക്കറിയാം, ഈ തണുപ്പുള്ള സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി നേരത്തെ ഉണർന്ന് ഇന്ന് ഞങ്ങളോടൊപ്പം പങ്കെടുത്തതിന് വളരെ നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ശുശ്രൂഷ ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമായിരിക്കുമെന്ന് ഞങ്ങൾ കർത്താവിൽ വിശ്വസിക്കുന്നു. തുടർന്നുള്ള സമയം ദൈവവചനത്തിൽ ഷെയർ ചെയ്യാൻ വേണ്ടി തരുന്നു. നമുക്ക് കരങ്ങൾ അടിച്ച് ദൈവദാസിയെ സ്വാഗതം ചെയ്യാം. ഹല്ലേലൂയ. താങ്ക് യു സോ മച്ച്. ഓവർ ടു സിസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാത സമയം ഇവിടെ, അവിടെ സന്ധ്യാസമയം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എത്ര വലിയ ഭാഗ്യല്ലേ, രണ്ട് സമയങ്ങളിലെ രണ്ട് ഭൂഖണ്ഡങ്ങളിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ തന്ന ഈ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഇന്ന് ഈ മീറ്റിംഗിലേക്ക് എന്നെ ക്ഷണിച്ച സിസ്റ്റർ ഫേബ മാത്യു, തന്റെ കുടുംബം, തന്റെ സഭ, എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. വളരെ നന്ദിയുണ്ട്. ഞാനും കഴിഞ്ഞ ദിവസങ്ങളിൽ സിസ്റ്റർ ഫേബയുടെ സാക്ഷ്യമൊക്കെ കേട്ടിരുന്നു ഫേസ്ബുക്കിൽ കൂടെ.
വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ടെസ്റ്റിമണി ആയിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്നുള്ളതിനെക്കാട്ടിലുപരിയായിട്ട് കർത്താവിന് വേണ്ടി എങ്ങനെ നിന്നു എന്ന് കർത്താവിന്റെ ദാസി പറയുവാനിടയായി. ഞങ്ങൾക്ക് ഒത്തിരി പ്രചോദനമായിരുന്നു തന്റെ ടെസ്റ്റിമോണി. അപ്പം ആളെ ഇങ്ങനെ നേരിട്ട് കാണുവാനും സംസാരിക്കുവാനും ഒക്കെ കർത്താവ് സഹായിച്ച ആ വൻകൃപയ്ക്കായിട്ട് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുക. നമ്മളെല്ലാവരും കർത്താവിന്റെ സന്നിധിയിൽ വളരെ വിലപ്പെട്ടവരാ. ഒരാള് പോലും ദൈവത്തിന്റെ സന്നിധിയില് കുറഞ്ഞു പോവുക, അല്ലെങ്കിൽ ഞാൻ ചെറുതാണ് അല്ലെങ്കിൽ മറ്റേയാള് വലുതാണ് എന്നുള്ള ഒരു വ്യത്യാസമില്ലാതെയാണ് കർത്താവ് നമ്മളെ എല്ലാവരും വിളിച്ചിരിക്കുന്നതും നമ്മളെ സ്നേഹിക്കുന്നതും എല്ലാം കർത്താവ് അതുപോലെയാണ്. എനിക്ക് അങ്ങനെ ഒരു സാക്ഷ്യമാ പറയാനുള്ള. കാരണം കർത്താവിന്റെ സന്നിധിയിൽ ഒന്നുമില്ലാതെ ഇരിക്കെ, അല്ലെങ്കിൽ ഞാൻ ഒന്നും അല്ലാതിരുന്ന സമയത്തും ഇപ്പോഴും ഒന്നുമല്ല, പക്ഷെങ്കിൽ കർത്താവിന്റെ സന്നിധിയോട് ചേർന്ന് വരുവാൻ ദൈവം എനിക്കും ഒരവസരം തന്നു. നിങ്ങളോടൊക്കെ അത് ഷെയർ ചെയ്യുവാൻ കർത്താവ് സഹായിച്ചു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു മധ്യസ്ഥ പ്രാർത്ഥന, അതുപോലെ തന്നെ പാട്ടൊക്കെ കേൾക്കുവാൻ കർത്താവ് സഹായിച്ചു. ഈ നാളുകളിൽ ദൈവത്തിന് വേണ്ടി വളരെ ശക്തമായി നിൽക്കുവാൻ കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. കൊറോണ കാലത്തും ദൈവസന്നിധിയിൽ വന്ന് മുട്ടുകുത്തി പ്രാർത്ഥിപ്പാൻ ദൈവം നമ്മളെല്ലാവരും ഒരുക്കുന്നല്ലോ. ഭയത്തോടും ഭീതിയോടും കൂടി ലോക ജനതയായിരിക്കുമ്പോൾ നമുക്ക് ദൈവം തന്നിരിക്കുന്ന പ്രത്യാശയ്ക്കായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രിയ ഫേബസ് ഓർപ്പിച്ചതുപോലെ എൻ്റെ പേര് ഗിരിജ ചന്ദ്രവതി. എനിക്ക് പറയാനുള്ള സാക്ഷ്യം എന്ന് പറഞ്ഞാല്, ഞാൻ ഇങ്ങനെ ഒരു വലിയ ഒരാള് എന്നൊന്നും അല്ല പറയാനുള്ളത്. കർത്താവ് എന്നെ എങ്ങനെയാണ് നരകത്തിൽ നിന്നും വിടുവിച്ചത്, അതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. കർത്താവ് എന്നെ വിളിച്ച് വേർതിരിച്ച് ആ നരകത്തിൽ നിന്ന് കർത്താവ് വിളിച്ച് വേർതിരിച്ചത് എങ്ങനെയാണ് എന്നുള്ള സാക്ഷ്യമാണ് എനിക്ക് നിങ്ങളുമായിട്ട് ഇന്ന് പകൽക്കാലം ഷെയർ ചെയ്യാനുള്ളത്. പകലെന്ന് പറയുമ്പോൾ ഇവിടുത്തെ പകല, ഞാനത് കൂടെ പറയുന്നുണ്ടെന്ന് ക്ഷമിക്കണേ. കാരണം ഇവിടുത്തെ പകലായതുകൊണ്ട് അങ്ങനെ അങ്ങ് വന്നു പോകുന്നേ. നമുക്ക് ഒരു വേദ ഭാഗം ഒന്ന് വായിക്കാം. സങ്കീർത്തനങ്ങൾ 18-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം തൊട്ട് അതിന്റെ 16-ഉം 17 മതി. അവൻ ഉയരത്തിൽ നിന്ന് കൈ നീട്ടി എന്നെ പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്ന് എന്നെ വലിച്ചെടുത്തു. ബലമുള്ള ശത്രുവിന്റെ കയ്യിൽ നിന്നും എന്നെ പകച്ചവരുടെ പക്കൽ നിന്നും അവൻ എന്നെ വിടുവിച്ചു. അവർ എന്നിലും ബലമേറിയവർ ആയിരുന്നു. അപ്പോഴ് കർത്താവ് എങ്ങനെയാണ് എന്നെ ഈ വിശ്വാസ ജീവിതത്തിൽ അല്ലെങ്കിൽ ക്രിസ്തുവിലേക്ക് കൊണ്ടുവന്നത് എന്നുള്ളതെല്ലാം ആ വാക്യത്തിലുണ്ട്. അവൻ ഉയരത്തിൽ നിന്ന് കൈ നീട്ടി എന്നെ പിടിക്കുകയായിരുന്നു, അതുപോലെ പെരുവെള്ളത്തിൽ നിന്ന് എന്നെ വലിച്ചെടുക്കുകയായിരുന്നു. ബലമുള്ള ശത്രുവിന്റെ കയ്യിൽ നിന്നും എന്നെ പകച്ചവരുടെ പക്കൽ നിന്നും എന്നെ വിടുവിക്കുകയായിരുന്നു. അപ്പോൾ ബലമുള്ള ശത്രുവിന്റെ കയ്യിൽ നിന്നും എന്നെ പകച്ചവരുടെ കയ്യിൽ നിന്നും എന്നെ വിടുവിച്ച് ഇവിടെ കൊണ്ടെത്തിച്ച ആ സാക്ഷ്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. എൻ്റെ വീട് കൊട്ടാരക്കര കൊളക്കട എന്ന സ്ഥലത്തായിരുന്നു. ഞാൻ വിശ്വാസത്തിൽ വന്ന സമയത്ത് അപ്പനുണ്ടായിരുന്നു. അപ്പൻ ഇപ്പോഴില്ല, മരിച്ചുപോയി. അമ്മ, പിന്നെ 2 സഹോദരങ്ങള് അവരുണ്ട്. കർത്താവിനെ കുറിച്ച് ഒന്നും അറിയാൻ സാഹചര്യമില്ലാതിരുന്ന ഒരു സമയത്താണ് ദൈവം എന്നെ വിളിച്ചതും വേർതിരിച്ചതും. ഞങ്ങളുടെ വീടിന് ചുറ്റും ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽ പെട്ട ആളുകളാണുള്ളത്. പക്ഷെ ഞങ്ങളുടെ വീടിന്റെ തൊട്ട് മുൻപില ഒരു പെന്തക്കോസ് ഫാമിലി ഉണ്ട്. പക്ഷെ ഒരിക്കൽ പോലും അവരെന്നോട് സുവിശേഷം പറഞ്ഞിട്ടില്ല. ഒരിക്കൽ പോലും യേശുക്രിസ്തു ജീവനുള്ള ദൈവമാണെന്നോ യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിക്കെന്നോ അവർ പറഞ്ഞിട്ടില്ല. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, നമ്മളെയൊക്കെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. കാരണം നമ്മള് ഒരാളെ കാണുമ്പോഴേ അവരെ അല്ലെങ്കിൽ അവർ കേൾക്കത്തില്ലായിരിക്കും, അതല്ലെങ്കിൽ അവരോട് യേശുക്രിസ്തുവിനോട് കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടത്തില്ലായിരിക്കും എന്നൊക്കെ ഓർത്തിട്ട് നമ്മൾ പലപ്പോഴും നമ്മൾ ഒഴിഞ്ഞു മാറണ്ട. പ്രത്യേകിച്ച് നമ്മുടെ വീടിനടുത്തുള്ള ആളുകളോടൊന്നും പറയാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാറില്ല. കാരണം അവരെന്ത് വിചാരിക്കും, അതല്ലെങ്കിൽ അവർക്ക് നമ്മളോട് ദേഷ്യം തോന്നുമോ, അതല്ലെങ്കിൽ അവര് നമ്മളെ കുറിച്ച് എന്ത് വിചാരിക്കും എന്നോർത്തിട്ടൊക്കെ നമ്മൾ മാറി നിൽക്കുമായിരിക്കും. പക്ഷെങ്കിൽ ഇതുപോലെ തന്നെയായിരുന്നു ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഫാമിലി. ഒരിക്കൽ പോലും ഞാനിപ്പം പറയുന്നത് ഒരിക്കൽ പോലും ഒരു ടെസ്റ്റിമണി ആകട്ടെ അല്ലെങ്കിൽ യേശുക്രിസ്തുവിനോടൊന്ന് പ്രാർത്ഥിക്കുന്നൊന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് 24 വയസ്സുള്ളപ്പോഴാണ് ഞാൻ യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിച്ചത്. ഞാന് M.Com കഴിഞ്ഞിട്ട് M.Com കഴിഞ്ഞു എന്ന് പറഞ്ഞാല് ഞാൻ പാസ്സായില്ല. പക്ഷെങ്കിൽ ആ സമയത്ത് ഞാൻ ട്യൂഷൻ എടുക്കുമായിരുന്നു. ഒത്തിരി പിള്ളേർക്ക് ട്യൂഷൻ എടുക്കുമായിരുന്നു. അപ്പൊ ട്യൂഷൻ എടുത്തപ്പോഴ് അതിലൊരു പ്രീ ഡിഗ്രിക്ക് അക്കൗണ്ടിങ് കിട്ടാതെ ഒരു മോനെ എൻ്റെ അടുത്ത് ട്യൂഷനായിട്ട് വന്നു. അപ്പം ഈ ട്യൂഷനായിട്ട് വന്നപ്പോഴ്
എനിക്കറിയത്തില്ല പെന്തക്കോസ്തുകാരനാണെന്ന് അറിയത്തില്ല, അല്ലെങ്കിൽ പെന്തക്കോസ് എന്തുവാ, കാത്തലിക്സ് എന്തുവാ, മർത്തോമ എന്തോ, എല്ലാവരും ക്രിസ്ത്യാനികൾ, അങ്ങനെ ഒരു വിഭാഗം ആളുകൾ എന്ന് മാത്രമേ എനിക്ക് അറിയത്തുള്ളായിരുന്നു. അങ്ങനെ ഈ കൊച്ചിൻ്റെ അടുത്ത് ട്യൂഷന് വന്നപ്പോൾ ഞാൻ ഒത്തിരി ടെസ്റ്റുകളൊക്കെ എഴുതുമായിരുന്നു. വീടിൻ്റെ അടുത്തുള്ള കോപ്പറേറ്റീവ് സഹകരണ ബാങ്കിൽ ആ സമയത്ത് ടെസ്റ്റ് എഴുതി, താഴത്തുള്ളക്കട കോപ്പറേറ്റീവ് സഹകരണ ബാങ്ക് ടെസ്റ്റ് എഴുതി. പക്ഷെ ഇന്റർവ്യൂവിൽ ടെസ്റ്റ് വന്നു, ഫസ്റ്റ് വന്നു, ടെസ്റ്റിനും ഫസ്റ്റ് വന്നു. അപ്പം ഈ മോനിവിടെ ക്ലാസ്സിന് വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഇവനോട് കാര്യങ്ങളെല്ലാം പറയുന്നു, എനിക്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നു, പിന്നെ പക്ഷെങ്കിൽ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടില്ല, കാരണം അവർ ക്രിസ്ത്യൻസ് അല്ലേ. അപ്പം അതുകൊണ്ട് ടെസ്റ്റ് ഉണ്ടായിരുന്നു, നിനക്ക് ക്ലാസ് ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. വേറെ കുറെ പിള്ളേരും ഉണ്ടായിരുന്നു ട്യൂഷനായിട്ട്. അപ്പോഴേ ഈ കുഞ്ഞ് എന്നും ട്യൂഷന് വരും. അന്നും പതിവ് പോലെയോ വന്നു. പക്ഷെ അന്ന് ഈ താഴത്തോളക്കട സർവീസ് സഹകരണ ബാങ്കിൽ ഞാൻ എഴുതിയ ടെസ്റ്റിന്റെ ആ റിസൾട്ട് എനിക്ക് കിട്ടിയ ദിവസമായിരുന്നു. അപ്പൊ അപ്പോഴേ പറഞ്ഞു, ടെസ്റ്റിന് ഫസ്റ്റ് വന്നു, ഇന്റർവ്യൂവിന് ഫസ്റ്റ് വന്നു, പക്ഷെങ്കിൽ പൈസ വാങ്ങിച്ചിട്ട് അവരവിടെയുള്ള ഒരു കമ്മിറ്റി മെമ്പറിന്റെ മോൾക്ക് ഈ പോസ്റ്റ് കൊടുത്തു. എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. അതുവരെ ഉണ്ടാകാതിരുന്നൊരു വിഷമം എനിക്ക് അന്ന് ഫീൽ ചെയ്തു. കാരണം നമുക്ക് യോഗ്യത ഉണ്ടായിട്ടും തള്ളിക്കളഞ്ഞു എന്നുള്ളൊരു ചിന്തയാല് എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. അപ്പൊ ഞാനിങ്ങനെ വിഷമിച്ചിരുന്നപ്പോഴാണ് ഈ മോനെ ക്ലാസ്സിനായിട്ട് വന്നത്. അപ്പം എന്നോട് ചോദിച്ചു, ടീച്ചറെ മറ്റേ ജോലിയുടെ കാര്യം എന്താ? ഇപ്പൊ ഒത്തിരി നേർച്ചകൾ, കാഴ്ചകൾ, അമ്പലങ്ങളിലെല്ലാം നേർച്ചയിട്ടു, എനിക്ക് ജോലി കിട്ടണം എന്നും പറഞ്ഞുകൊണ്ട് നേർച്ചയിട്ടു. പക്ഷെങ്കിൽ ഒരു റിസൾട്ട് പോലും ഇല്ലാതിരുന്ന സമയം, കാരണം ഒരു പോസിറ്റീവായിട്ടുള്ള മറുപടിയും ഇല്ലാതിരുന്ന സമയം. അപ്പൊ ഞാനിവൻ ട്യൂഷൻ വന്നപ്പോൾ അവൻ എന്നോട് ചോദിച്ചു, ടീച്ചറെ മറ്റേ ജോലിയുടെ കാര്യം എന്തായെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, മോനെ അത് പോയി, അതിങ്ങനെ പൈസ വാങ്ങിച്ചിട്ട് അവര് വേറൊരാൾക്ക് കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പൊ ഇവന്റെ കയ്യിൽ അന്ന് ഒരു ബൈബിൾ ഉണ്ടായിരുന്നു. ഇവന് ഈ ബൈബിൾ എന്റെ നേർക്ക് നീട്ടിയിട്ട് പറയല്ലേ, ടീച്ചർ എല്ലാ ദൈവങ്ങളോടും പ്രാർത്ഥിക്കുന്നതല്ലേ, യേശുക്രിസ്തുവിനോട് കൂടെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാനും ഓർത്തു, ശരിയാ, എല്ലാ ദൈവങ്ങളോടും പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ യേശുക്രിസ്തു 33 ദൈവങ്ങളുടെ കൂട്ടത്തില് യേശുക്രിസ്തുവിനോട് കൂടി ഒന്ന് പ്രാർത്ഥിക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ അവന്റെ കയ്യിൽ നിന്ന് ബൈബിൾ വാങ്ങിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, എല്ലാ ദിവസവും ടീച്ചർ ബൈബിൾ വായിക്കണം, ഇത് ടീച്ചറിനോട് സംസാരിക്കുന്നതാ. അപ്പൊ എനിക്കറിയത്തില്ല, അപ്പൊ അതിന്റെ ലോജിക്ക് എനിക്ക് അന്നും മനസ്സിലായിട്ടില്ല, അന്ന് മനസ്സിലായില്ല. കാരണം എങ്ങനെയാണ് ദൈവം മനുഷ്യരോട് സംസാരിക്കുന്നത്? അപ്പം ഇവൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇവനെ മാനിച്ചിട്ട് എല്ലാ ദിവസവും ഇത് വായിക്കാൻ തുടങ്ങി. അപ്പൊ ഈ കൊച്ചു വന്ന് എല്ലാ ദിവസവും ചോദിക്കും, ടീച്ചറെ വായിച്ചോ ചോദിക്കും. അപ്പൊ ഞാൻ ഓർത്തു വായിക്കാം, എല്ലാ ദിവസവും ഞാനിരുന്ന് വായിക്കും. അങ്ങനെ വായിച്ച് വരവേ ഒരു ഒക്ടോബർ മാസം, അപ്പൊ എന്റെ വീട്ടുകാരെല്ലാം കാണുന്നുണ്ട് ഞാൻ വായിക്കുന്നത്, എന്റെ അപ്പൻ കാണുന്നുണ്ട്, അമ്മ കാണുന്നുണ്ട്, എന്റെ ബ്രദർ കാണുന്നുണ്ട്, എല്ലാവരും കാണുന്നുണ്ട് വായിക്കുന്നത്. വിളക്ക് കൊളുത്തിയിട്ട് വിളക്കിന്റെ മുമ്പിൽ ഇരുന്നാണ് ഇത് വായിക്കുന്നത്. കാരണം ഒരു പൂജാമുറി ഉണ്ട്, ആ പൂജാമുറി പോയിരുന്നു വിളക്ക് കൊളുത്തിയിട്ട് ആ വിളക്കിന്റെ മുമ്പിൽ ഇരുന്നാണ് ഈ ബൈബിൾ ഇങ്ങനെ വായിക്കുന്നത്. അപ്പോഴേ ഈ കൊച്ചിങ്ങനെ വന്ന് ചോദിക്കുകയും ചെയ്യും എല്ലാ ദിവസം. അങ്ങനെ ഒരു ഒക്ടോബർ മാസം, അപ്പൊ 2002 ഇതെല്ലാം നടക്കുന്നത്. ഒക്ടോബർ മാസം സന്ധ്യയ്ക്ക് ഇങ്ങനെ വിളക്ക് കൊളുത്തിയിട്ട് ഞാൻ ഇന്ന് ബൈബിൾ വായിക്കുക, കസേരയിലിരുന്ന് ബൈബിൾ വായിക്കുക. അപ്പൊ ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നപ്പോഴ്, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്, ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്, മീതെ ആകാശത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലുമുള്ള യാതൊന്നിന്റെയും പ്രതിമ അരുത് എന്ന് പറഞ്ഞ ആ പോർഷൻ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ഓർത്ത്, എന്റെ ദൈവമേ, ഞാനെന്തോ ഇപ്പോഴും ചെയ്തതല്ലേ, വിളക്ക് കൊളുത്തിയിട്ട് വന്നിരുന്ന് വായിക്കുമല്ലേ, ഇപ്പോഴും അത് ചെയ്തതല്ലേ, അപ്പൊ ഇതിങ്ങനെ ചെയ്യരുതോ എന്നിങ്ങനെ പെട്ടെന്നൊരു ചിന്ത എന്റെ മനസ്സിലോട്ട് വന്നിട്ട് എനിക്ക് എന്തിനെന്നറിയാത്തൊരു ഭാരം എന്റെ മനസ്സിൽ നിറഞ്ഞിട്ട് ഞാൻ കരയുകയാണ്. അപ്പൊ ഞാൻ എന്റെ കൈകൾ രണ്ടും ഇങ്ങനെ വിടർത്തിട്ട് എന്റെ കൈകളിലോട്ട് നോക്കിയപ്പം 24 വയസ്സ് വരെ ഞാൻ ചെയ്ത പാപങ്ങളെല്ലാം എന്റെ കൈകളിൽ ഇങ്ങനെ തെളിഞ്ഞു വരുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെടാൻ തുടങ്ങി. ഈ അനുഭവം വരുമ്പോഴാണ് ഞാൻ കരയുന്നത്. അപ്പോഴേ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞ് കുറെ നേരം കരഞ്ഞു കഴിഞ്ഞപ്പം എനിക്ക് എന്തോ ഒരു ഭാരം ഉള്ളിൽ നൊഴിഞ്ഞു പോയതുപോലെ തോന്നി. അപ്പൊ ഞാൻ അവിടെ ഒരു കമ്പ്യൂട്ടർ സെന്റർ, കൊട്ടാരക്കര കമ്പ്യൂട്ടർ സെന്ററിൽ ക്ലാസ് എടുക്കാൻ വേണ്ടി പോകും, പിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നുണ്ട്, ഞാൻ പഠിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ അവിടെ ഞാൻ അന്നും ഞാൻ ചെന്നപ്പോ കുറച്ച് പിള്ളേർ, അപ്പൊ ഞാൻ ഇതിനു മുമ്പ് നടക്കുന്നുണ്ടായിരിക്കും, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, കുറെ കുഞ്ഞുങ്ങള് അവരൊരു മുറിക്കകത്തോട്ട് കയറി പോകുന്നു. ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് ഒരു മുറിക്കകത്തോട്ട് കയറി പോകുന്നു. കുറച്ച് കഴിയുമ്പോൾ അവര് കരഞ്ഞും കൊണ്ട് കണ്ണൊക്കെ തുടച്ചും കൊണ്ടൊക്കെ ഇറങ്ങി വരുന്നു. അങ്ങനെ ഞാൻ അവര് നോക്കിയപ്പോ അവരിങ്ങനെ അവരോട് ഒരാൾ ചോദിച്ചു, നിങ്ങൾ എന്ത് ചെയ്യും അവിടെ? എന്നിട്ട് അവര് പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ആഹ കൊള്ളാലോ, എനിക്ക് ഇഷ്ടമാണ് പ്രാർത്ഥന, അപ്പൊ ഞാനും നിങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കാൻ കൂടിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോ തീർച്ചയായിട്ടും ചേച്ചി ഞങ്ങളിവിടെ പ്രാർത്ഥിക്കാൻ കൂടിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴ് എനിക്ക് സംശയങ്ങൾ, കാരണം എന്താണ് ബൈബിൾ, എന്താണ് അങ്ങനെ പറഞ്ഞേക്കുന്നത്, ഇങ്ങനെ പറഞ്ഞേക്കുന്നത്, ഇങ്ങനെയുള്ള സംശയങ്ങൾ വന്നപ്പോഴേ ഈ പിള്ളേർ എന്നോട് പറഞ്ഞു,
ചേച്ചി ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും മറുപടി പറയാൻ ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ അടുത്ത് ഒരു ഫാമിലി ഉണ്ട്, നല്ലതായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു അമ്മാമ്മയുണ്ട്, നമുക്ക് അവിടെ പോകാം, ആ അമ്മാമ്മ ചേച്ചിയുടെ ഈ ക്വസ്റ്റ്യൻസിനെല്ലാം ആൻസർ തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു ഓക്കെ പോകാം. അപ്പൊ ഞങ്ങൾ തൃക്കണ്ണമംഗലം കൊട്ടാരക്കരയുള്ള ആ വീട്ടിലേക്ക്, ഞാൻ കൊട്ടാരക്കരയാണ് പഠിപ്പിക്കുന്നത്, ആ വീട്ടിലേക്ക് കുറച്ച് ദൂരേ ഉള്ളൂ തൃക്കണ്ണമംഗലിലോട്ട് പോകാന്. അപ്പൊ അവിടെയൊക്കെ ഞങ്ങൾ ചെന്നു. അവിടെ ചെന്നപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു അമ്മാമ്മ. എനിക്ക് അമ്മാമ്മയെ ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. ഒത്തിരി സമാധാനം നിറഞ്ഞൊരു അന്തരീക്ഷം, ഞങ്ങളുടെ വീട്ടിലെ പോലെയുള്ള തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു അന്തരീക്ഷം. അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എന്തോ ഒരു സമാധാനം ആ ഭവനത്തിനകത്ത് നിറഞ്ഞു നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ സ്ഥിരമായിട്ട് ആ വീട്ടിൽ പോകാൻ തുടങ്ങി. എല്ലാ ദിവസവും രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങും, ക്ലാസ് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഉച്ചവരെ ആ വീട്ടിൽ പോകും, പ്രാർത്ഥിക്കും. അതിനുശേഷമായിട്ട് തിരിച്ച് ഉച്ചയ്ക്ക് കമ്പ്യൂട്ടർ സെന്റർ വരും, വൈകിട്ട് തിരിച്ച് വീട്ടിൽ പോകും. ഇങ്ങനെ ഒരു കാര്യമായി. ഇങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോഴേ ഒരു ദിവസം അപ്പൊ ഈ മോൻ എല്ലാ ദിവസവും വന്നിട്ട് അവൻ ട്യൂഷന് വരുന്നുണ്ട്. വേറെ കണ്ണു കാണാൻ പാടില്ലാത്ത ഒരു കൊച്ചിനെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്, കുറെ പിള്ളേരുണ്ട് ട്യൂഷൻ. ഞങ്ങളുടെ എല്ലാവരോടും കൂടിയാണ് ഈ മോൻ സുവിശേഷം പറയുന്നത്. അപ്പം അങ്ങനെ ഇരിക്കും. അപ്പം ഇവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് എല്ലാ ദിവസവും ടീച്ചർ വെളുപ്പിനെ എഴുന്നേറ്റിരുന്ന് ബൈബിൾ വായിക്കണം, അപ്പൊ ദൈവം സംസാരിക്കും. അന്നേരം അമ്മമ്മയുടെ പേര് ആനി എന്നാണ്, അച്ഛന്റെ പേര് അബി എന്നാണ്. അന്നേരം അവരുടെ വീട്ടിലെ പ്രാർത്ഥനയും ഈ മോൻ ദിവസം വന്നിട്ട് എന്നോട് ഇങ്ങനെ പറയുകയും ചെയ്യുമ്പോൾ ഞാൻ എല്ലാ ദിവസവും വെളുപ്പിന് എഴുന്നേറ്റ് ബൈബിൾ വായിക്കാൻ തുടങ്ങി. അപ്പൊ അന്നും പതിവ് പോലെ ജാനുവരി, അപ്പൊ അപ്പോഴത്തേക്ക് 2003 ആയി. 2003 ജാനുവരി 5-ാം തീയതി വെളുപ്പിനെ ബൈബിൾ വായിക്കുകയാണ്, എഴുന്നേറ്റിരുന്ന് ബൈബിൾ വായിക്കുകയാണ്. അപ്പൊ ഈ ബൈബിൾ വായിക്കുമ്പം ഞാൻ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന റൂമിലിരുന്നാണ് വായിക്കുന്നത്. അപ്പൊ ഡെസ്കും ബെഞ്ചും എന്റെ മുമ്പിലുണ്ട്. ഞാനൊരു ചെയറിലിരുന്നാണ് അവരെ പഠിപ്പിക്കുന്നത്. ആ ചെയറിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുക, ബൈബിൾ എന്റെ കയ്യിലുണ്ട്. അപ്പം ബൈബിൾ ഈ ഡെസ്കിലോട്ട് വെച്ചിട്ട് ഡെസ്കിനകത്ത് ഇങ്ങനെ നിന്നാണ് വായിച്ചുകൊണ്ടിരുന്ന പോർഷൻ ഏതാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. അപ്പം ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നപ്പോഴേ പെട്ടെന്ന് എന്റെ ബൾബിന്റെ പ്രകാശത്തെയും കവിയുന്ന ഒരു പ്രകാശം മുറിയിലോട്ട് വരികയാണ്. പിന്നെ അതുപോലെ എന്റെ കണ്ണിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പിടിച്ചിങ്ങനെ ബലമായിട്ട് ആരോ പിടിച്ച് താഴ്ത്തുന്ന ഒരു അനുഭവം. അതുപോലെ എനിക്ക് പിന്നെ മരിച്ച പോണക്കൊരു അനുഭവം, ഉരുള് പൊട്ടി വെള്ളം വരുന്നു, ഭയങ്കര തീയെ, പാറകളൊക്കെ പൊട്ടി തകരുന്നു, എർത്തുകേക്ക് ഉണ്ടാകുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരു അനുഭവം. എന്റെ വിചാരം എന്റെ വീട്ടിലെ എല്ലാവരും ഈ അനുഭവത്തിൽ കൂടി കടന്നു പോകുക. അപ്പൊ ഞാൻ എല്ലാവരോടും പറയുന്നുണ്ട്, നിങ്ങൾ എഴുന്നേറ്റ് ഓടിക്കോ, കാരണം ഇങ്ങനെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്, നിങ്ങൾ അതുകൊണ്ട് പെട്ടെന്ന് രക്ഷപ്പെട്ടോ ഞാൻ അവരോട് പറയുന്നുണ്ട്. പക്ഷെങ്കിൽ അവരാരും കേൾക്കുന്നില്ല. എനിക്ക് ഉള്ളിൽ നല്ല ബോധമുണ്ട്, എന്റെ കൈ ബൈബിൾ ഉണ്ടെന്നും ഞാൻ ഇവിടെ വീട്ടിൽ ഇരിക്കുകയാണെന്നും എല്ലാം നല്ല ബോധമുണ്ട്. പക്ഷെ എന്റെ വിചാരം ഈ വീട് ഭൂകമ്പത്തിൽ തകരുകയാണ്, ഈ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുക. എനിക്ക് പക്ഷെങ്കില് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ ഉണ്ടായ പോലുള്ള ഒരു അനുഭവം, എനിക്ക് മരിച്ചവളെ പോലെ ആയിട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അവസാനം ഞാൻ വിചാരിച്ചു എന്തും വരട്ടെ എന്നോർത്തിട്ട് ഞാനിങ്ങനെ ഡെസ്കിൽ ഇങ്ങനെ തളർന്ന് ക്ഷീണിച്ച് കിടക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ വന്ന് എന്റെ പുറകിൽ നിന്നിട്ട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന്. അപ്പോഴും എന്റെ വിചാരം, എനിക്ക് പെട്ടെന്ന് ചാടി കഴിഞ്ഞിട്ട് നോക്കിയപ്പം വേറെ എല്ലാം ഓക്കെയാണ്, ഒരു കുഴപ്പമില്ല, റൂമെല്ലാം കുഴപ്പമാണ്, ഒന്നുമില്ല. അപ്പൊ ഞാൻ പെട്ടെന്ന് ചാടി എന്നിട്ട് എന്റെ വിചാരം എനിക്ക് ഏതാണ്ട് പ്രശ്നം ഉണ്ടായിപ്പോയി. കാരണം ഈ ബൈബിൾ വായിച്ചിട്ട് എനിക്ക് എന്താണ്ട് പ്രശ്നം ഉണ്ടായി എന്നൊരു ചിന്ത വന്നു. അപ്പൊ ഞാൻ ഈ അമ്മാമെ ഫോൺ ചെയ്തിട്ട് ചോദിച്ചു, അമ്മാമെ ഞാൻ ഇങ്ങനെ ഒരു ദർശനം കാണുകയും, ഇങ്ങനെ ദർശനം എന്ന് പറയാനൊന്നും അപ്പൊ അറിയത്തില്ല, ഇങ്ങനെ ഒരു കാഴ്ച കണ്ടു, പിന്നെ ഇങ്ങനെ ഒരു സൗണ്ടും കേട്ടു. അപ്പൊ അമ്മ പറഞ്ഞു, മോളെ കണ്ടോ ദൈവദർശനവും കേട്ടോ ദൈവശബ്ദവുമാ, ഇനി പുറകോട്ട് തിരിഞ്ഞു നോക്കരുത്. അപ്പൊ ഞാൻ തീരുമാനിച്ചു, ഇനി ഹിന്ദുത്വപരമായിട്ടുള്ള ഒരു ആചാരങ്ങളും ഞാൻ ചെയ്യത്തില്ല, ഒരു ആചാരങ്ങൾക്ക് ഞാൻ പോകത്തില്ല. അന്നോട്ട് അമ്പലത്തിൽ പോകാതായി, വിളക്ക് കൊളുത്തതായി, ഹിന്ദുത്വപരമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ആചാരങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ തുടങ്ങി. അപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ പ്രശ്നമായി, ഞങ്ങളുടെ അണ്ണന് പ്രശ്നമായി, എന്റെ ബ്രദറിന് പ്രശ്നം. ഏറ്റവും മൂത്തതാണ് ബ്രദർ, രണ്ടാമത്തെ ചേച്ചി, ഏറ്റവും ഇളയാളാണ് ഞാൻ. അപ്പൊ എന്റെ ബ്രദറിന് പ്രശ്നമായി, എന്റെ ചേച്ചിക്ക് പ്രശ്നമായി, എന്റെ അമ്മ, എന്റെ അപ്പൻ, എല്ലാവർക്കും പ്രശ്നം. എന്റെ അപ്പൻ മാത്രമേ ഉള്ളൂ എന്നെ ഒന്നും കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, എന്നെ വിശ്വാസത്തിൽ വന്നതിനൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെങ്കിൽ എന്റെ അമ്മയ്ക്ക് ഭയങ്കര പ്രശ്നമായി. അപ്പൊ അമ്മയുടെ വീട്ടിൽ ഇങ്ങനെ എന്തോ കുടുംബക്ഷേത്രവും അങ്ങനെയൊക്കെ ഉള്ളതാണ്. അങ്ങനെ ഭയങ്കര പ്രശ്നമായപ്പോഴത്തേക്കും ഞങ്ങളുടെ വീട്ടിൽ നാട്ടുകാരെല്ലാം അറിഞ്ഞിട്ട് നാട്ടുകാരെല്ലാം എന്നെ കളിയാക്കാൻ തുടങ്ങി. എന്റെ അപ്പന് കുര്യാക്കോസ് എന്ന് പേരിട്ടു, എനിക്ക് മറിയ എന്ന് പേരിട്ടു. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങിയാലെല്ലാം ഈ പെന്തക്കോസ്റ്റിലെ പാട്ടുകൾ, എന്താ അതിശയം എന്നൊക്കെയുള്ള പാട്ടുകൾ പാടി ഞങ്ങളെ കളിയാക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥയിലോട്ട് ഇങ്ങനെ പോവുകയാണ് കാര്യങ്ങൾ. പക്ഷെങ്കിൽ ഞാൻ കമ്പ്യൂട്ടർ സെന്ററിൽ പോയിക്കൊണ്ടേയിരുന്നു, ഈ അമ്മമ്മയുടെ വീട്ടിലും പോയിക്കൊണ്ടിരുന്നു. എന്റെ അണ്ണന്റെ ഫ്രണ്ട്സ് എല്ലാം എന്റെ പുറകെ നടക്കാൻ തുടങ്ങി. ഇവളെ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു, ആരാണ് ഇവളെ സപ്പോർട്ട് ചെയ്യുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടി എന്റെ പുറകെ നടക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ എനിക്ക് ഞായറാഴ്ച ദിവസങ്ങളാകുമ്പോൾ ഭയങ്കര വിഷമം എന്ന് പറഞ്ഞാൽ എനിക്ക് ചർച്ചിൽ പോകണം.
കാരണം ചർച്ച എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല, ഒരു ചർച്ചയിൽ പോയുള്ള കാര്യം എന്താണെന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഞായറാഴ്ചകളിൽ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റത്തില്ല. അന്നേരം ഞാൻ ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഞങ്ങൾ തുണികളൊക്കെ തയ്ക്കാൻ പോകുന്നൊരു വീടുണ്ട്, ജോളി എന്നാ ചേച്ചിയുടെ പേര്. അപ്പൊ ആ ചേച്ചിയുടെ വീട്ടിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞു, ചേച്ചി എനിക്കിങ്ങനെ ചർച്ചയിൽ വരണം, എന്താ മാർഗം എന്ന് ചോദിച്ചു. അപ്പൊ ചേച്ചിനോട് മോളെ ഞായറാഴ്ച ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോ പിള്ളേരുടെ എക്സാമിന്റെ സമയമാ, ഞായറാഴ്ചയും ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നീ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ വഴി പറഞ്ഞു തരാം ചർച്ച എങ്ങോട്ടാന്ന്. അങ്ങനെ ഞാനൊരു 4 ആഴ്ച ചർച്ചയിൽ പോയി. 4-ാമത്തെ ആഴ്ച കൃത്യമായിട്ട് എന്റെ അണ്ണന്റെ ഫ്രണ്ട്സിന്റെ മുമ്പിലോട്ട് തന്നെ ചെന്ന് ചാടി. പക്ഷെങ്കില് അവർ അവിടെ നിന്നപ്പോഴേ എനിക്ക് ദൈവാത്മാവ് എന്നോട് പറയാൻ തുടങ്ങി, ഇത് അവരിവിടെ നിപ്പുണ്ട്. അപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ കൊട മറിച്ചിട്ട് വേറൊരു വഴിയായിട്ട് പോയി. അവർക്ക് എന്നെ മനസ്സിലായോ എന്തോന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെങ്കിൽ അതിനെക്കുറിച്ചൊരു ക്വസ്റ്റ്യനോ ഒന്നും ഉണ്ടായില്ല. ഞാൻ ചർച്ചയിൽ ചെന്നു. പിന്നീട് എനിക്ക് മനസ്സിലായി, ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ ആ പാസ്റ്ററുടെയും ജീവൻ അപകടത്തിലാണ് എന്നൊരു ചിന്ത എനിക്ക് ഉണ്ടായിട്ട് ഞാൻ പിന്നെ കുറെ നാളുകൾ ചർച്ചിൽ പോകാതിരുന്നു. പക്ഷെങ്കിൽ ഈ കമ്പ്യൂട്ടർ സെന്ററിൽ പോകും, ഈ അമ്മാമ്മയുടെ അടുത്ത് പോകും, പ്രാർത്ഥിക്കും. അങ്ങനെ ഇരിക്കെ എന്റെ വീട്ടുകാർ വിചാരിച്ചു ഇവൾക്ക് കല്യാണം ആലോചിച്ചു കഴിഞ്ഞാല് ഇവക്കൊരു വ്യത്യാസം ഉണ്ടാകും എന്ന് ഓർത്തിട്ട് ഭയങ്കര പ്രശ്നങ്ങൾ നടക്കാം. അതൊന്നും ഇപ്പൊ പറയാൻ നേരമില്ലല്ലോ. പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്ന് ഓർക്കണം, പരമ്പരാഗത ഹിന്ദു ആചാരം അതുവരെയും ചെയ്തുകൊണ്ടിരുന്ന ഒരാള് എല്ലാ ചക്കുളത്തുകാവും അവിടെ ഇവിടെ എല്ലാം പോയി പൊങ്കാല ഇടുകയും എപ്പോഴും പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നടന്ന ഒരാൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു വീട്ടില് ഇതിനൊരു വീഴ്ച വരുത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതിനും അപ്പുറമാ. അപ്പം നമ്മുടെ മാനസികമായിട്ടും നമുക്ക് ശാരീരികമായിട്ടും ഒക്കെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. പക്ഷെ എന്നെ അടിച്ചു എന്നല്ല, ഒരു അടി പോലും ഞാൻ സുവിശേഷത്തിന്റെ പേരിൽ കൊണ്ടിട്ടില്ല. അതെനിക്ക് പ്രാഗൽഭ്യത്തോടെ എവിടെയും പറയാൻ പറ്റും. കാരണം എന്നെ അവരടിച്ചിട്ടില്ല, അങ്ങനെ എന്നെ ദേഹോപദ്രവം ഏൽപ്പിക്കുക അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെങ്കില് മാനസികമായിട്ടും എന്റെ അമ്മ എന്നോട് മിണ്ടത്തില്ല, എന്റെ അണ്ണൻ എന്നോട് മിണ്ടത്തില്ല, ഞങ്ങളുടെ വീട്ടിൽ വരികയില്ല, എന്റെ ബ്രദർ വീട്ടിൽ വരികയില്ല, എന്റെ അപ്പന് ഒന്ന് വല്ലാത്തൊരു ശ്മശാന മൂകതയാണ്. ഞങ്ങളുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ശവപ്പറമ്പിൽ ചെല്ലുന്ന പോലെയുള്ള ഒരു മൂകതയാണ് ഞങ്ങളുടെ വീട്ടില്. അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോ ഇവരോർത്ത് ഇവരുടെ കല്യാണം നടത്തി വിട്ടാല് ഇവള് ശരിയാവുമായിരിക്കും. അപ്പൊ എന്റെ അണ്ണന്റെ ഫ്രണ്ട്സ്, എന്റെ ടീച്ചേഴ്സ് എല്ലാം വീട്ടിൽ വരാൻ തുടങ്ങി. അവര് വീട്ടിൽ വന്നിട്ട് എന്നെ ഉപദേശിക്കാൻ തുടങ്ങി. യേശുക്രിസ്തു ഒരു ചരിത്രപുരുഷൻ മാത്രമാ, നീ ഉദ്ദേശിക്കുന്ന ആളൊന്നും അല്ല, നിനക്ക് അഭയയുടെ ഗതി വരും, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒത്തിരി കാര്യങ്ങളെല്ലാം അവരിങ്ങനെ ഉപദേശിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ ഈ അമ്മമ്മയോട് പറഞ്ഞപ്പോ ഞാൻ അറിയാതെ എനിക്ക് കല്യാണം ആലോചിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ അമ്മമ്മയോട് പറഞ്ഞു, അമ്മമ്മ എനിക്കിങ്ങനെ കല്യാണാലോചനകൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് അമ്മ പറഞ്ഞു, തിരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം, അങ്ങനെ ഒരു കല്യാണത്തിന് ഒരിക്കലും സമ്മതിക്കരുത്, പിന്നെ അങ്ങനെ സമ്മതിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും പിന്നെ തിരിച്ചുവരവ് ഉണ്ടാകത്തില്ല, അതുകൊണ്ട് നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ കല്യാണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് വളരെ വിചിത്രമായ ഒരു കാര്യമാണ്. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് ഞാൻ പറഞ്ഞു, കർത്താവ് ഒരാൾ വന്ന് എന്നെ കാണാവൂ, ഒരാളിന്റെ മുമ്പിൽ ഞാൻ ഇറങ്ങി നിൽക്കൂ, ആ ആൾ എന്നെ കല്യാണം കഴിക്കുന്ന ആളായിരിക്കണം, എന്നെക്കാട്ടി നീളമുള്ള ആളായിരിക്കണം, നല്ല നീണ്ട മൂക്കുള്ള ആളായിരിക്കണം, പിന്നെ എന്നെക്കാട്ടി വിദ്യാഭ്യാസമുള്ള ആളായിരിക്കണം, അപ്പന്റെയും അമ്മയുടെയും ഭർത്താവിന്റെയും ഒക്കെ സ്നേഹം എനിക്ക് തരാൻ പറ്റുന്ന ആളായിരിക്കണം, പിന്നെ സ്ത്രീധനത്തിന്റെ കാര്യം മിണ്ടുകയേ ചെയ്യരുത്, ഒരു പാസ്റ്റർ ആയിരിക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ, ആകപ്പാടെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് നേരം നിൽക്കാൻ പറ്റത്തില്ല, പിന്നെ എങ്ങനെയാണ് ഒരു പാസ്റ്റർ വന്ന് കല്യാണം കഴിക്കുന്നത്? അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിക്കുക, എനിക്കറിയത്തില്ല ഈ പാസ്റ്റർ ഭാര്യയാവാൻ വേണ്ടുന്ന യോഗ്യത എന്തുവാണെന്നോ അത് പിന്നെ വചനം എന്താണെന്നോ ഒന്നും നമുക്കറിയത്തില്ല. അപ്പൊ ഞാൻ വിശ്വാസത്തിലോട്ട് വന്നൊരു ഏതാനും മാസങ്ങളെ ആകുന്നുള്ളൂ. അപ്പോഴാണ് ഈ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചു. അപ്പൊ ഈ അമ്മാമ്മയോട് ഒരു പാസ്റ്റർ പറഞ്ഞു, ആനി അബി ഈ കേസ് ഏറ്റെടുക്കുന്ന സൂക്ഷിച്ചു വേണം, ഇപ്പൊ ഹിന്ദു നിറങ്ങിയ കുഞ്ഞുങ്ങൾക്ക് കല്യാണം നടക്കുന്നില്ല, ഒരുപാട് പേര് ഇങ്ങനെ നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് ഒരു കല്യാണം നടക്കാത്തതുകൊണ്ട് നിങ്ങൾ ഈ കേസ് ഏറ്റെടുക്കുന്ന സൂക്ഷിച്ചു വേണം, ഇച്ചിരി ബാക്കപ്പ് ചെയ്തോളാൻ പറഞ്ഞു. അപ്പൊ അമ്മാമ്മയ്ക്ക് കേട്ടപ്പോ ഭയങ്കര വിഷമമായിപ്പോയി. എന്നിട്ട് അമ്മാമ്മ വിചാരിച്ചത് ഒരു പാസ്റ്റർ തന്നെ ഇങ്ങനെ പറഞ്ഞല്ലോ, ഒരു സപ്പോർട്ട് തരേണ്ട ആളിങ്ങനെ പറഞ്ഞല്ലോ എന്ന് വിചാരിച്ചപ്പോ അമ്മമ്മയ്ക്ക് ഭയങ്കര വിഷമമായി. എന്നിട്ട് അമ്മമ്മ അവസാനം പറഞ്ഞു, കർത്താവേ, ഹിന്ദു എന്നിറങ്ങിയ മറ്റു കുഞ്ഞുങ്ങളുടെ കാര്യം ഞങ്ങൾക്ക് അറിയത്തില്ല, പക്ഷെങ്കില് ഗിരിജയുടെ കല്യാണം ഈ 2003 ഡിസംബർ അവസാനിക്കുന്നതിന് മുമ്പേ നടക്കണം. അമ്മാമ്മ അങ്ങനെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചു കഴിഞ്ഞു. ഒരു വെള്ളിയാഴ്ച എങ്ങാണ്ടാ പ്രാർത്ഥിച്ചത്. വെള്ളിയാഴ്ച പ്രാർത്ഥിച്ച് ഞായറാഴ്ചയായപ്പം മനോരമ പത്രം വന്നു. അപ്പോഴെന്റെ ഹസ്ബൻഡിന്റെ അഡ്വർടൈസ്മെന്റ് അതിനകത്തുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അറിയുന്നില്ല, അമ്മാമ്മ പ്രോപ്പർ കൊട്ടാരക്കരയാ, ഞങ്ങളിങ്ങനെ കുളക്കടയാണ്. അന്നേരം അമ്മാമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഗിരിജെ അപ്പൊ ഈ അമ്മമ്മ ഈ പ്രപ്പോസൽ കണ്ടപ്പോ അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു, സജി സ്ത്രീധനം ഒന്നും കിട്ടത്തില്ല. അപ്പൊ അതിനകത്ത് അടിയിൽ എഴുതിയിരുന്നു, സ്ത്രീധനം വിഷയമല്ല, ഡിഗ്രി കഴിഞ്ഞ പെൺകുട്ടികളുടെ മാതാപിതാക്കളിൽ നിന്ന് അപേക്ഷ ക്ഷണിക്കുന്നു പറഞ്ഞുകൊണ്ടാണ് ഇട്ടിരുന്നത്.
വിളിച്ചിട്ട് പറഞ്ഞു, സജി ശ്രീധനം ഒന്നും കിട്ടത്തില്ല, ഇങ്ങനെ വിശ്വാസത്തിൽ ഇറങ്ങിയൊരു പെങ്കൊച്ചുണ്ട്, നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ ഒന്ന് കാണാൻ പറഞ്ഞു. അപ്പൊ അച്ഛൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു ബയോഡേറ്റയും ഒരു ഫോട്ടോയും എങ്ങനെ രക്ഷിക്കപ്പെട്ടെന്ന് കാണിച്ചൊരു കത്തും ഒക്കെ ആയിട്ട് അയക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ബയോഡേറ്റയും കത്തും ഒക്കെ എഴുതി, എങ്ങനെ രക്ഷിക്കപ്പെട്ടെന്ന് കാണിച്ചൊരു കത്തും എല്ലാം എഴുതി, ഒരു ഫോട്ടോയും എല്ലാം വെച്ചിട്ട്, അപ്പോഴും ഈ അമ്പലത്തിലെ ജപിച്ചതും എല്ലാം കഴുത്തിലും കാതിലും എല്ലാം കിടപ്പുണ്ട്. ഒരു പാസ്റ്റർക്ക് ഫോട്ടോ അയച്ചു കൊടുക്കുകയാണ്, സ്നാനപ്പെട്ടിട്ട് പോലും ഇല്ല. അങ്ങനെ അദ്ദേഹത്തിന് ഫോട്ടോ അയച്ചു കൊടുത്തു. ഫോട്ടോ കണ്ടിട്ട് അദ്ദേഹത്തിന് എന്നെ ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹത്തിന്റെ ഒരു ഫ്രണ്ട് പിന്നെ അവസാനം പറഞ്ഞു, സജി പോയി ഒന്ന് കാണ്, ഒന്ന് കണ്ടു നോക്ക, ഇത് കൊള്ളാമെന്ന് പുള്ളിക്കാരന് തോന്നുന്നു എന്ന് പറഞ്ഞ എന്റെ പേര് മാത്രം എന്നെ കാണാൻ വേണ്ടി വന്നു. അങ്ങനെ കൊട്ടാരക്കര ഞങ്ങള് ഒരു പനവേൽ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അപ്പൊ അവിടെ കോളേജ് പിള്ളേർക്കിടയിൽ ടെസ്റ്റ് മണി പറയാൻ വേണ്ടി എന്നെ വിളിച്ചു. അപ്പം ഇങ്ങനെ വിശ്വാസത്തിലോട്ട് വന്നുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, അവർക്ക് ഒരു ടെസ്റ്റ് മണി കൊടുക്കണം, എങ്ങനെയാ കർത്താവിനെ കണ്ടുമുട്ടിയെന്നും പറഞ്ഞുകൊണ്ട് ടെസ്റ്റ് മണി കൊടുക്കണം കൊണ്ട് അവരെന്നെ വിളിച്ചു. അപ്പൊ ഞാൻ ചെന്നപ്പം അമ്മാമ്മ എന്നോട് പറഞ്ഞു, ഗിരിജ ഞാനൊരു അവിവേകം കാണിച്ചു പോയി, ഗിരിജയുടെ സമ്മതം ഇല്ലാതെ ഞാൻ ഒരു പ്രൊപ്പോസൽ ഇങ്ങനെ വിളിച്ചിട്ടുണ്ട്, പുള്ളി ഇന്ന് കാണാൻ വരും എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെ അന്ന് ഉച്ചയ്ക്ക് വന്നിട്ട് എന്നെ കണ്ടു. അപ്പൊ ഞാൻ എന്തോ കർത്താവിനോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു ഒരാൾ വന്നിട്ട് എന്നെ കാണാവൂ, ആ ആളിന്റെ മുമ്പിലും ഞാൻ ഇറങ്ങി നിൽക്കൂ, ആ ആൾ എന്നെ കല്യാണം കഴിക്കുന്ന ആളായിരിക്കണം. ഇത്രയും വലിയൊരു ദൈവത്തിന്റെ മുമ്പിലാണ് ഭയങ്കര കണ്ടീഷൻസ് വെക്കുന്നത്. അന്ന് എനിക്ക് അത്രമാത്രം അറിവില്ല. പക്ഷെ ഇന്ന് നമ്മൾ പറയും ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ള ഒരാള് എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ എങ്കിൽ അന്ന് ഞാൻ ഇങ്ങനെയാണ് കണ്ടീഷൻസ് വെച്ചത്. അപ്പൊ ഈ ഉച്ചയായപ്പം ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അച്ഛൻ വന്നു, എന്നെ കണ്ടു. അച്ഛൻ എന്നെ ഇഷ്ടപ്പെട്ടു. പക്ഷെങ്കില് വന്ന് കണ്ടപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഇഷ്ടപ്പെടാതിരിക്കാൻ ഒരു കാരണം ഉണ്ടായി. എന്നെ വന്നിട്ട് ഇന്റർവ്യൂ ചെയ്തു. ഇന്റർവ്യൂ ചെയ്തത് എങ്ങനെയാന്ന് ചോദിച്ചാല്, 1 കിലോ നാരങ്ങ അച്ചാർ ഇടുന്നത് എങ്ങനെ, എന്തൊക്കെ കാര്യങ്ങളാ വേണ്ടുന്നത്, പിന്നെ കൊമേഴ്സ് എന്തുവാ, കൊമേഴ്സിന്റെ ഡെഫിനിഷൻ എന്തുവാ, സൈബർ പോലീസ് എന്തുവാ, സൈബർ ക്രൈം എന്തുവാ, പട്ടിണി കിടന്നിട്ടുണ്ടോ, പിന്നെ എല്ലാവരും എന്റെ വീടെന്ന് പറഞ്ഞാല് മീൻ വണ്ടിക്ക് പെയിന്റ് അടിച്ചു പോണക്കൊരു വീടാ. വലിയ വണ്ടിയുടെ പുറയിലൊന്നും കയറിയിരുന്ന് യാത്ര ചെയ്യാമെന്നും പാസ്റ്റർ ഭാര്യയായിട്ട് അങ്ങനെ പറന്നു നടക്കാമെന്നും വിചാരിക്കരുത്. പട്ടിണി കിടന്നിട്ടുണ്ടോ, നോർത്ത് ഇന്ത്യൻ മിനിസ്ട്രി എനിക്കുള്ള, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോഴത്തെ അപ്പോഴേ ഞാൻ തീരുമാനിച്ചു എന്തായാലും ഇദ്ദേഹത്തെ കല്യാണം കഴിക്കത്തില്ല. കാരണം കല്യാണത്തിന് മുമ്പ് ഇങ്ങനെയുള്ള ഇന്റർവ്യൂ ആണെങ്കിൽ പിന്നെ കല്യാണം കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നൊരു ചിന്ത പെട്ടെന്ന് വന്നിട്ട് ഞാൻ പോയി കഴിഞ്ഞപ്പോൾ അഭിചാനോട് പറഞ്ഞു, അഭിച എനിക്ക് ഇങ്ങനെ വേണ്ട, ഇങ്ങനെയാ പറഞ്ഞു, എനിക്ക് ഇങ്ങനെ വേണ്ട. ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിച്ചു, കല്യാണത്തിന് മുമ്പേ ഇങ്ങനെയാണെങ്കിൽ പിന്നെ കല്യാണം കഴിഞ്ഞ് എങ്ങനെയായിരിക്കും, അപ്പൊ അതുകൊണ്ട് എനിക്കിങ്ങനെ വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈ അഭിച എന്നോട് പറഞ്ഞു, മര്യാദയ്ക്ക് നീ പോയിരുന്ന് പ്രാർത്ഥിച്ചിട്ടൊരു ആൻസർ പറഞ്ഞാൽ മതി, അവൻ MJ ചെയ്യാണ്, മധുരയിലാണ്, ശ്രീധനത്തിന്റെ കാര്യം മിണ്ടിയിട്ടേ ഇല്ല, നീ വേണമെങ്കിൽ പോയിരുന്ന് പ്രാർത്ഥിക്കേ എന്ന് പറഞ്ഞപ്പോ അവരെന്നെ വഴക്ക് പറഞ്ഞപ്പം എനിക്ക് ഭയങ്കര വിഷമായി പോയി. അപ്പൊ ഞാൻ പോയിട്ട് പ്രാർത്ഥിച്ചു. അപ്പൊ ആകെപ്പാടെ നമുക്ക് താങ്ങും തണലുമായിട്ട് നിൽക്കുന്ന ഒരു കുടുംബമാണ്. അവര് വഴക്ക് പറഞ്ഞപ്പോ എനിക്ക് പ്രശ്നമായി. ഞാൻ പോയി പ്രാർത്ഥിച്ചു, കർത്താവേ ഈ ആളാണ് എന്നെ കല്യാണം കഴിക്കേണ്ടതെങ്കിൽ ഇന്ന് രാത്രി എന്നോട് സംസാരിക്കണം, നാളെയായി ഞാൻ വിശ്വസിക്കത്തില്ലെന്ന് പറഞ്ഞു. അന്ന് രാത്രി ദൈവനോട് സംസാരിച്ചു. അന്ന് രാത്രി ദൈവനോട് സംസാരിച്ചു. ഞാൻ 8ാം ക്ലാസ് വരെ വളരുകയും പഠിക്കുകയും ഒക്കെ ചെയ്തത് എൻ്റെ അമ്മയുടെ വീട്ടിൽ നിന്നാണ്. അപ്പൊ എൻ്റെ അമ്മയുടെ വീട്ടില് ഞങ്ങൾ 2 പേരും ഇങ്ങനെ നിൽക്കുന്നു. എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോൾ ഡ്രസ്സ് ഇട്ടിരിക്കുന്നു. അപ്പം വന്നിട്ട് എൻ്റെ കണ്ണൊരു മഞ്ഞ തുണി കൊണ്ട് കെട്ടിവെച്ചേക്കുക. അപ്പൊ ഒരാൾ വന്നിട്ട് എന്നോട് പറഞ്ഞു, അപ്പൊ ഞങ്ങൾക്ക് ചുറ്റും രത്നങ്ങളും പവിഴങ്ങളും എല്ലാം ചിതറിക്കിടക്കുക. ഒരാൾ വന്നിട്ട് എന്നോട് പറഞ്ഞു, നിന്റെ കണ്ണിൽ നിന്ന് ആ കെട്ടഴിച്ചുകളാ, അപ്പൊ എവനെ കാണാൻ നിന്റെ കണ്ണ് ഉറക്കുമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ കണ്ണിൽ നിന്ന് ആ കെട്ടെല്ലാം അഴിച്ചു വന്നപ്പോ എനിക്ക് ഇതെല്ലാം കാണാം, എൻ്റെ അച്ഛനെ കാണാം, അങ്ങനെ എനിക്ക് എല്ലാം കാണാം. അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛ എനിക്ക് ഈ കല്യാണം മതി, പക്ഷെങ്കിൽ എങ്ങനെ വീട്ടിൽ പറയും പേടിയായി. അപ്പം അവിടെ ഈ പ്രാർത്ഥനയ്ക്കൊക്കെ ആയിട്ട് റംല ബീബി എന്ന് പറയുന്ന സിസ്റ്റർ, നിങ്ങൾക്ക് അറിയാം, റംല സിസ്റ്റർ വരുമായിരുന്നു. അപ്പം റംല സിസ്റ്റർ വന്നിട്ട് എന്നോട് പറഞ്ഞു, മോളൊരു കാര്യം ചെയ്യേ, കുറച്ച് ദിവസം ഉപവസിച്ചിട്ട് ഈ കാര്യം വീട്ടിൽ പറയാൻ പറഞ്ഞു. ഞാനിങ്ങനെ ഉപവസിച്ച് എന്നിട്ടും വീട്ടിൽ പറയാൻ പേടി. ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മയുടെ അമ്മ എൻ്റെ അമ്മൂമ്മ നല്ലൊരു സ്ത്രീയാണ്. അപ്പൊ ഞാൻ അമ്മൂമ്മയോട് പറഞ്ഞു, അമ്മൂമ്മ എനിക്ക് ഇങ്ങനെ കല്യാണാലോചന ഒരെണ്ണം വന്നിട്ടുണ്ട്, എനിക്ക് ക്രിസ്ത്യൻസിൽ നിന്ന് കല്യാണം മതി, എനിക്കൊരു പാസ്റ്ററെ മതി എന്നൊക്കെ ഇങ്ങനെ അമ്മൂമ്മയോട് പറഞ്ഞപ്പോ അമ്മൂമ്മയ്ക്ക് ഞാൻ കരയുന്നത് കാണാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അമ്മൂമ്മ പറഞ്ഞു, എൻ്റെ അണ്ണനെ പറയാൻ വേണ്ടി എൻ്റെ അമ്മാവനെ ഏൽപ്പിച്ചു. എൻ്റെ അമ്മാവൻ പട്ടാളക്കാരനാ. അപ്പൊ ഇവരൊക്കെ വന്നേക്കുവാ, എന്നെ ഉപദേശിക്കാൻ വേണ്ടി വന്നേക്കുക. അപ്പൊ അമ്മാവൻ വീട്ടിൽ പറഞ്ഞു, ഭയങ്കര പ്രശ്നമായി. എന്നോട് പറഞ്ഞു, നിന്നെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോകുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു, കൊന്നിട്ട് ജയിലിൽ പോയാലും കുഴപ്പമില്ല, പക്ഷെങ്കില് എനിക്ക് കല്യാണത്തിന് വേണ്ടി അല്ല ഞാൻ യേശുവിനെ അറിഞ്ഞത്, അണ്ണൻ ജയിലിൽ വെച്ചെങ്കിലും സുവിശേഷം കേൾക്കും, അതുകൊണ്ട് എനിക്കത് പ്രശ്നമല്ല എന്ന് പറഞ്ഞു. ഭയങ്കര വിഷയമായി. പിന്നെ അവസാനം അങ്ങ് മാസങ്ങൾ നീണ്ടുപോയി.
അവസാനം അച്ഛനെ കാണണമെന്ന് എൻ്റെ അണ്ണനും ഫ്രണ്ട്സും എല്ലാം പറഞ്ഞു. അവസാനം അവര് കൊട്ടാരക്കര തിയോളജിക്കൽ സെമിനാരി വെച്ച് എൻ്റെ അച്ഛനെ കണ്ടു. എൻ്റെ അച്ഛനെ കണ്ടു, നീ കല്യാണത്തിൽ നിന്ന് മാറാൻ പറ്റുമെന്ന് ചോദിച്ചു. അച്ഛൻ പറഞ്ഞു, അത് നിങ്ങളുടെ പെങ്ങളോട് പറ, മാറാൻ വേണ്ടി പറ. ദൈവം എന്നോട് പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ ആ കൊച്ചു സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ അതിനെ കല്യാണം കഴിക്കും. ഇനി അതല്ല, നിങ്ങൾക്കത് മാറ്റിക്കൊണ്ട് പോകാൻ പറ്റും, നിങ്ങൾ മാറ്റിക്കൊണ്ട് പോക്കോ, എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ വിശ്വാസത്തിന്റെ പ്രശ്നമായെന്ന് പറഞ്ഞു. അപ്പം അവര് പറഞ്ഞു, ഓക്കെ, കല്യാണം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭാര്യയുടെ വീടാണ്, ഇവിടെ അവരുടെ ബന്ധുക്കളുണ്ട്, മിത്രങ്ങളുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യയുടെ കൈ പിടിച്ചുകൊണ്ട് ഈ വീട്ടിനകത്തേക്ക് നിങ്ങൾക്ക് കയറാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. രണ്ടാമത്തെ കാര്യം, ഇവിടെ പന്തല് കെട്ടിയിട്ട് നിങ്ങളുടെ ദൈവം വലുതെന്നും ഞങ്ങളുടെ ദൈവം ചെറുതെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ കൺവെൻഷനോ അല്ലെങ്കിൽ മീറ്റിങ്ങുകളോ നടത്താൻ പാടില്ല. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. പിന്നെയും കല്യാണം നീണ്ടുപോവുകയാണ്. അവസാനം ഇവർ ബാക്കി വന്ന പ്രപ്പോസൽസ് എല്ലാം ഇവർ ക്യാൻസൽ ചെയ്തിട്ട് ഇവരിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. അച്ഛൻ്റെ വീട്ടുകാർ ആരും എന്നെ കണ്ടിട്ടില്ല, എൻ്റെ അച്ഛൻ മാത്രമേ എന്നെ കണ്ടിട്ടുള്ളൂ. തന്നെയുമല്ല 6-7 മാസമായി ഈ ആളാണ് എന്നെ കണ്ടതെന്ന് പിന്നെ എവിടെ വെച്ചെങ്കിലും കണ്ട എനിക്ക് അറിയത്തുമില്ല, എന്നെ കണ്ട അദ്ദേഹത്തിനും അറിയത്തില്ല. അത്രത്തോളം ദിവസങ്ങൾ നീണ്ടുപോയി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അനിമാമയും അഭിജാനും കൂടെ ഈ ഷാരോൺ ചർച്ചിലെ പാസ്റ്ററും എല്ലാവരും കൂടെ ഒരു ഡേറ്റ് അങ്ങ് ഫിക്സ് ചെയ്തു. അവർ ഫിക്സ് ചെയ്ത് November 6 എന്നൊരു ഡേറ്റ് അങ്ങ് ഫിക്സ് ചെയ്തു. ഡേറ്റ് ഫിക്സ് ചെയ്തപ്പോഴൊക്കെ ഭയങ്കര പ്രശ്നങ്ങൾ നടക്കുക. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ അമ്മ പല പ്രാവശ്യം ആത്മഹത്യ ചെയ്യാൻ പോയി, എൻ്റെ ചേച്ചി വീട്ടിൽ വരാതായി, അങ്ങനെ ഭയങ്കര വിഷയങ്ങളൊക്കെ നടക്കുക. പക്ഷെ ഞാൻ അതിന്റെ മധ്യത്തിൽ കർത്താവ് പറയുന്നത്, ഞാൻ നിന്നതല്ല, ദൈവം എന്നെ നിർത്തിയതാണെന്ന് പറയുന്നത് പോലെ അങ്ങനെ ദൈവസന്നിധിയിൽ നിൽക്കാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ November 3 ഇപ്പം ഈ വീട്ടുകാരും ഇവരുടെ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് ഉണ്ട്, അവരെല്ലാം കൂടെ ചേർന്ന കല്യാണം നടത്തുന്നത്. അപ്പൊ November 3 രാവിലെ ഡ്രസ്സ് എടുക്കണം. അപ്പൊ എന്നോട് പറഞ്ഞു, ഗിരിജൊരു കാര്യം ചെയ്യാം, ഡ്രസ്സ് എടുക്കാൻ പോവാ, വീട്ടിൽ പറഞ്ഞിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മേ ഇന്ന് രാവിലെ, അപ്പൊ കുളിച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, ഇന്ന് രാവിലെ ഡ്രസ്സ് എടുക്കാൻ പോവുകയാണ്, അത് പറയാൻ വേണ്ടി ഞാൻ അമ്മേന്നൊന്ന് വിളിച്ചു. എൻ്റെ അമ്മ ഇങ്ങോട്ട് ചാടി എഴുന്നേറ്റിട്ട്, ആരാടി നിന്റെ അമ്മ എന്ന് ചോദിച്ചിട്ട്, അപ്പൊ മണ്ണെണ്ണ പെർമിറ്റിന്റെ സമയമാണ്. മണ്ണെണ്ണ കന്നാസ് എല്ലാം ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ നിർത്തി വെച്ചേക്കണം, 2-3 ജാറ് മണ്ണെണ്ണ ഇരിപ്പുണ്ട്. ആ മണ്ണെണ്ണ എടുത്ത് എൻ്റെ അമ്മയുടെ തലയിലും എന്റെ തലയിലുമായിട്ട് ഒഴിച്ചു. അപ്പം പഴയ വീടാണ്, ഉമ്മറപ്പടിയുള്ള വീടാണ്. ഈ മണ്ണെണ്ണ നിറഞ്ഞു കവിഞ്ഞിങ്ങനെ കിടക്കുകയാണ്. അപ്പം ഈ മണ്ണെണ്ണ ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞ് കിടക്കുന്നത് കൊണ്ട് ഒരു തൊട്ട് മുമ്പിൽ തീപ്പെട്ടി ഇരിക്കുക. എൻ്റെ അപ്പൻ ചെയിൻ സ്മോക്കറാണ്, തീപ്പെട്ടി എല്ലാം തൊട്ട് മുമ്പിൽ ഇരിപ്പുണ്ട്. പക്ഷെങ്കിൽ എൻ്റെ അമ്മ ഈ തീപ്പെട്ടി കാണുന്നില്ല. ഞാൻ പെട്ടെന്ന് തീപ്പെട്ടി എല്ലാം വാരി വെളിയിൽ എറിഞ്ഞിട്ട് എൻ്റെ അമ്മയോട് പറഞ്ഞമ്മേ, ഈ കല്യാണം ഞാൻ വേണ്ടെന്ന് വിളിച്ചു പറയാൻ പോവാ. പക്ഷെങ്കില എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇനി ഒരു കല്യാണം ഉണ്ടാകത്തുമില്ല, യേശു ക്രിസ്തുവിനെ ഞാൻ തള്ളി പറയത്തുമില്ല, ഇനി അമ്മ പോയി ആത്മഹത്യ ചെയ്തോളാൻ പറഞ്ഞു. അപ്പോഴമ്മയ്ക്ക് മനസ്സിലായി, എന്ത് ചെയ്താലും ഇവൾ ഈ വിശ്വാസത്തിൽ നിന്ന് മാറത്തില്ല എന്ന് എൻ്റെ അമ്മയ്ക്ക് മനസ്സിലായി. അങ്ങനെ അമ്മയ്ക്ക് മനസ്സിലായപ്പോൾ ആ സമയത്ത് അന്ന് വരെ വീട്ടിൽ വരാതിരുന്ന എൻ്റെ അണ്ണൻ വന്നു. എൻ്റെ അണ്ണൻ വന്നപ്പോൾ നോക്കണം, മുറി നിറഞ്ഞു മണ്ണെണ്ണ കിടക്കുന്നു. എൻ്റെ അമ്മ മണ്ണെണ്ണ കുളിച്ചിരിക്കുന്നു, ഞാൻ മണ്ണെണ്ണ കുളിച്ചിരിക്കുന്നു. അണ്ണന് കാര്യം മനസ്സിലായി. എൻ്റെ അമ്മയുടെ കട്ടിലിലോട്ട് ഇങ്ങനെ കൊടുങ്കയും കുത്തി ഇങ്ങനെ താടിക്ക് കൈയും കൊടുത്തോണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് കണ്ണുനീരൊഴുകി ഇതിലേക്കൂടി ഇങ്ങനെ വീണുകൊണ്ടേ ഇരിക്കുക. എന്നോട് പറഞ്ഞു, 24 വയസ്സ് വരെ ഞങ്ങൾ നിന്നെ വളർത്തി, നീ പറയുന്നിടത്തെല്ലാം നിന്നെ കൊണ്ടുപോയി, നീ പറയുന്നതെല്ലാം സാധിച്ചു തന്നു. പക്ഷെങ്കിൽ എങ്ങുന്നോ കിട്ടിയ ഒരു വിശ്വാസത്തിന് വേണ്ടി നീ ഞങ്ങളെ തള്ളിക്കളഞ്ഞു. നീ പൊയ്ക്കോ, നീ ഡ്രസ്സ് എടുത്തോ, പക്ഷെ ആ ഡ്രസ്സും കൊണ്ട് ഇങ്ങോട്ട് വരരുത്. പക്ഷെങ്കില കല്യാണത്തിനെന്നും പറഞ്ഞുകൊണ്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ വീട്ടിലോട്ട് നിന്റെ വീടാണ്, നിന്റെ അപ്പനുണ്ട് അമ്മയുണ്ടെന്നും പറഞ്ഞുകൊണ്ടൊരു മടങ്ങി വരവ് പറ്റത്തില്ല. അപ്പൊ ഞാൻ സമ്മതിച്ചു, പൊക്കോളാൻ പറഞ്ഞു. ഡ്രസ്സ് എടുക്കാൻ പൊക്കോ, നിന്നെ തടയത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഡ്രസ്സ് എടുക്കാൻ പോയി. എൻ്റെ കല്യാണമാണെന്നോ ഡ്രസ്സ് എടുക്കുകയാണെന്നോ അതല്ലെങ്കിൽ എൻ്റെ ചിന്ത മുഴുവൻ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ ഇനി ആത്മഹത്യ ചെയ്ത് കാണുമോ, എൻ്റെ അണ്ണൻ എന്ത് ചെയ്ത് കാണും, എൻ്റെ വീട്ടുകാരെന്തായിരിക്കും ഇപ്പൊ ചെയ്തെന്നുള്ള ചിന്ത കൊണ്ട് അവരെടുത്തുനിന്ന് ഏതോ ഒരു ഡ്രസ്സ് എടുത്തു. അതും കൊണ്ട് തിരിച്ച് തയ്ക്കാൻ വേണ്ടി കൊടുത്തു. അവിടെയും ഭയങ്കര പ്രശ്നങ്ങൾ, ചർച്ചിലൊക്കെ ഭയങ്കര പ്രശ്നങ്ങൾ നടക്കുകയാണ്. കാരണം ആളുകളെല്ലാം 2 ഗ്രൂപ്പായിട്ട് അങ്ങ് തിരിഞ്ഞു കഴിഞ്ഞ അപ്പൊ ഒരാള് വന്നിട്ട് എന്നോട് ചോദിച്ചായിരുന്നു, ഹിന്ദുക്കളും ക്രിസ്ത്യൻസും തമ്മിൽ ഒരു വർഗീയ ലഹള ഉണ്ടാകും, നിനക്കത് കാണണമെന്ന് ചോദിച്ചായിരുന്നു. അപ്പൊ അതുപോലെ ഒരു വല്ലാത്ത അന്തരീക്ഷത്തിൽ കൂടെ നാട്ടുകാരും പോവുകയാണ്, ഞങ്ങളുടെ വീടും പോവുകയാണ്. പക്ഷെ ഇതിന്റെ മധ്യത്തിൽ ദൈവം എന്നെ നിർത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു അത്ഭുതമായിട്ട് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നത്. അങ്ങനെ ഡ്രസ്സ് എടുക്കാൻ തയ്ക്കാൻ വേണ്ടി കൊടുത്തു. അപ്പം അഭിജാനും അനിമമ്മയും ഒക്കെ പറഞ്ഞു, മോളൊരു കാര്യം ചെയ്യണം, നീ കല്യാണത്തിന് തലേന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങണം. കാരണം അതല്ല എങ്കിൽ ചിലപ്പോൾ വീട്ടിലിട്ട് പൂട്ടിക്കഴിഞ്ഞാൽ അറിയത്തില്ലല്ലോ. അപ്പൊ കല്യാണത്തിന് തലേന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങണം. എൻ്റെ അച്ഛൻ്റെ വീട്ടുകാരും എന്നെ കണ്ടിട്ടില്ല. 2 ദിവസം കഴിയുമ്പോൾ കല്യാണമാണ്, അവരാരും എന്നെ കണ്ടിട്ടില്ല. പക്ഷെങ്കിൽ എൻ്റെ അച്ഛന് സപ്പോർട്ടായിട്ട് എൻ്റെ അമ്മച്ചിയും എൻ്റെ അച്ഛൻ്റെ ചേട്ടനും അപ്പച്ചനില്ല ഉണ്ടായിരുന്നു. പിന്നെ ചർച്ചിലെ പാസ്റ്ററും വൈഫും അവരും സപ്പോർട്ടായിട്ട് നിൽപ്പുണ്ട്.
അത്രയല്ലാതെ വേറെ ഒരു സപ്പോർട്ടും എൻ്റെ അച്ഛനില്ല. 5 ദിവസം കൊണ്ടാ പിന്നെ പെട്ടെന്ന് കല്യാണം എല്ലാം ക്രമീകരിച്ച് മധുര MD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് വന്ന് കല്യാണത്തിന് വേണ്ടി വന്ന് കാര്യങ്ങളെല്ലാം ഒരുങ്ങുന്നത്. അങ്ങനെ നവംബർ 5-ാം തീയതി ആയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം. കർത്താവ്, വീട്ടിൽ നിന്ന് ഇറങ്ങുക, പിന്നെ ഒരു തിരിച്ചുവരവില്ല. എനിക്ക് നന്നായിട്ട് അറിയാം ഇനി ഒരു തിരിച്ചുവരവില്ല. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, എൻ്റെ അമ്മ, ഞാൻ ഇറങ്ങുമ്പം എൻ്റെ അമ്മ കരയരുത്. എനിക്കൊരു ഭയങ്കര വിഷമമാണ്. എൻ്റെ അമ്മ കരഞ്ഞും കൊണ്ട് എന്നെ യാത്രയാക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ രാവിലെ ആയപ്പോ എൻ്റെ ചേച്ചി വീട്ടിൽ വന്നു. കോന്നിയിലാണ് അവളെ കല്യാണം കഴിച്ചത്. അവളും അവിടെ കുഞ്ഞും കൂടെ വീട്ടിൽ വന്ന് പറഞ്ഞു, നീ പോവുക അല്ലേ? ഞാൻ ഒന്നും മിണ്ടിയില്ല. ഞാൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുക. കാരണം അന്ന് ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാണ്, വീട്ടിൽ നിന്ന് പോവാണ്. അപ്പം അമ്മ അന്നൊരു കല്യാണത്തിന് പോയി. കല്യാണത്തോട്ട് ഉണ്ണുക പോലും ചെയ്യാതെ തിരിച്ചു വന്നു. കാരണം നാട്ടുകാർ മുഴുവൻ ഇതെല്ലാം അറിഞ്ഞിട്ട് എൻ്റെ അമ്മയ്ക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിട്ട് അമ്മ തിരിച്ച് പെട്ടെന്ന് തന്നെ കല്യാണം കഴിഞ്ഞ ഉടനെ ഞങ്ങളുടെ വീട്ടിൽ തിരിച്ചു വരികയാണ്. അപ്പൊ പറഞ്ഞു, ഉച്ചയ്ക്ക് ഞാൻ പോവാണ്. അപ്പം ഞാൻ പറഞ്ഞു, അമ്മ എന്നെ നാളെ ഒരുക്കുന്ന ഒരു ടീച്ചർ അവധി എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു വരും, അതല്ല അവധി എടുത്തിട്ടില്ല എങ്കിൽ ഞാൻ കൊട്ടാരക്കര വീട്ടിൽ നിൽക്കും. അമ്മ പറഞ്ഞു, ഓക്കെ മോളെ, ആയിക്കോട്ടെ എന്നിങ്ങനെ പറഞ്ഞു. എനിക്ക് അതിശയമാ എൻ്റെ അമ്മ അങ്ങനെ എന്നോട് സംസാരിക്കുന്നതൊക്കെ എനിക്ക് അതിശയമാ അന്നേരം. പക്ഷെങ്കില് ആരും അതുവഴി വന്നു. ഞാൻ ഇറങ്ങുന്ന സമയത്ത് അവർ വന്നപ്പോ അമ്മ അവരോട് വർത്താനം പറഞ്ഞ് ചിരിച്ചും കൊണ്ട്, എൻ്റെ അമ്മ അവരോട് വർത്താനം പറഞ്ഞ് ചിരിച്ചും കൊണ്ട് ഓക്കെ എന്ന് പറഞ്ഞിട്ട് അമ്മ ഇങ്ങനെ എന്നെ യാത്രയാക്കിയാണ്. തിരിഞ്ഞു നോക്കാതെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്നു. അപ്പൊ അന്ന് രാവിലെ എൻ്റെ ചേച്ചി വീട്ടിൽ നിന്നപ്പോ എൻ്റെ അണ്ണൻ വന്നിട്ട് പറഞ്ഞു, ആരുടെ കല്യാണം കൂടാനാടി നീ വന്നത്? മരിച്ചു പോയവരുടെ പൊലകളി കൂടാനാണോ? അവള് മരിച്ചു, അവളെ പടിയടച്ച് പിണ്ടം വെച്ചു, 16 അടിയന്തരം കഴിഞ്ഞു. ഇന്ന് ഞാൻ വൈകിട്ട് ഇവിടെ വരുമ്പോ നിന്നെയോ നിന്റെ കുഞ്ഞിനെയോ ഇവിടെ കണ്ടേക്കരുത്. എൻ്റെ അണ്ണ എൻ്റെ ചേച്ചിയോട് പറഞ്ഞു. ചേച്ചി അമ്മ കോന്നിയിലോട്ടും പറഞ്ഞു വിട്ടു, എന്നെ അമ്മ കൊട്ടാരക്കരയ്ക്കും വിട്ടു. അവിടുന്ന് ഇറങ്ങി നടന്നു, തിരിഞ്ഞു നോക്കിയില്ല. കലപ്പയ്ക്ക് കൈവച്ച ശേഷം തിരിഞ്ഞു നോക്കുന്നവരാരും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവരല്ല എന്നുള്ള വചനം എൻ്റെ ചെവിയിൽ ഇങ്ങനെ അലയടിച്ചുകൊണ്ടേയിരുന്നു. തിരിഞ്ഞു നോക്കിയതേ ഇല്ല. ആ പോയ വഴി മുഴുവൻ കരഞ്ഞുകൊണ്ട് പോയി. അങ്ങനെ കൊട്ടാരക്കര വീട്ടിൽ ചെന്നു. കൊട്ടാരക്കര ആ വീട് കല്യാണ വീടായിട്ട് ഒരുങ്ങിയിരിക്കുക. അപ്പം അവിടെ ചെന്നപ്പോ അകത്തെ റൂമിൽ ഒരു പ്രാർത്ഥന നടക്കുക. ഞാൻ ആ പ്രാർത്ഥന കൂട്ടത്തിലോട്ട് ചെന്നപ്പം കുറെ അമ്മാമ്മമാർ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്, ശക്തമായിട്ട് പ്രാർത്ഥിക്കുകയാണ്, കല്യാണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പൊ ഞാൻ ചെന്നു അവരുടെ അടുത്തോട്ടിരുന്നപ്പോ അന്ന് വരെ, ആ സമയം വരെ അടക്കി വെച്ചിരുന്ന എൻ്റെ കണ്ണുനീരും എൻ്റെ വിഷമങ്ങളും എല്ലാം ഞാൻ അവിടെ കരഞ്ഞു തീർക്കുക. ആ അമ്മാമ്മ ഇപ്പോഴും പറയും, ഗിരിജ, എന്തെങ്കിലും വിഷയത്തിന് എനിക്ക് മറുപടി കിട്ടാതെ ഉണ്ടെങ്കിൽ ഞാൻ ആ മുറിക്കകത്തോട്ട് കയറിയിട്ട് പ്രാർത്ഥിക്കും, കർത്താവേ, ഗിരിജയുടെ കണ്ണുനീര് വീണ മുറിയായത്, അതുകൊണ്ട് എനിക്ക് മറുപടി തരണമെന്ന്. അമ്മമ്മയ്ക്ക് ആ വിഷയത്തിന് അന്നേരം അമ്മ പറയും, എങ്ങനെയെന്ന് എനിക്കറിയത്തില്ല, ഞാൻ അന്നേരം അങ്ങനെ പ്രാർത്ഥിക്കും. അതിന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് എനിക്ക് മറുപടി കിട്ടിയിരിക്കും. കാരണം അതുപോലെ എൻ്റെ ഹൃദയം മുറിഞ്ഞ അവിടെ വീണത്. ദൈവം തമ്പുരാൻ ഇത് കണ്ടിട്ടുണ്ട്, എനിക്കത് ഉറപ്പാ. അങ്ങനെ അപ്പം സ്നാനപ്പെട്ടിട്ടില്ല, ആഭരണം എല്ലാം കിടക്കപ്പോ അച്ഛൻ്റെ പാസ്റ്ററൊക്കെ പറഞ്ഞു, സജി സാരമില്ല, ഇത്രയും പ്രശ്നങ്ങൾ നടക്കുകയല്ലേ, അതുകൊണ്ട് കല്യാണം കഴിഞ്ഞിട്ട് സ്നാനപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ എനിക്കാണെങ്കിൽ സ്നാനപ്പെടണം, ഒരു വഴിയില്ല. എനിക്കാണെങ്കിൽ സ്നാനപ്പെട്ടിട്ട്, കാരണം പുതിയൊരു ജീവിതം, പുതിയൊരു ആള്, പുതിയ ഒരു അന്തരീക്ഷത്തിലോട്ട് നമ്മൾ കടക്കുകയാണ്. അപ്പൊ സ്നാനപ്പെടണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പം ഒരു വഴിയില്ല. പക്ഷെങ്കില് കല്യാണത്തിന്റെ ഉച്ച കഴിഞ്ഞായിരുന്നു ഞങ്ങളുടെ കല്യാണത്തിന്റെ തലേ ദിവസം ഞങ്ങളുടെ ആപ്ചാന്റെ വീട്ടിലോട്ട് ഫോൺ വന്നു, കൊട്ടാരക്കര IPSന്ന്. അവിടുത്തെ പാസ്റ്ററാ വിളിച്ചിട്ട് പറഞ്ഞു, അബിയുടെ വീട്ടിൽ വന്നിരിക്കുന്ന പെങ്കൊച്ചിനെ നാളെ ഇവിടെ വേണമെങ്കിൽ സ്നാനപ്പെടാൻ കേട്ടോ, ഉച്ച കഴിഞ്ഞല്ലേ കല്യാണം, ഇവിടെ ഒരു സ്നാനം നടക്കുന്നുണ്ട്, ഞങ്ങൾ സ്നാനക്കുളമൊക്കെ റെഡിയാക്കി കഴിഞ്ഞെന്ന് പറഞ്ഞു. അന്ന് രാവിച്ചാൻ പെട്ടെന്ന് കൊളക്കട ശാരോൻ ചർച്ചിലോട്ട് വിളിച്ചു. ഞാൻ പൊക്കൊണ്ടിരുന്ന ചർച്ചിലെ പാസ്റ്ററെ വിളിച്ചു. പാസ്റ്ററും കുറച്ച് പേരായിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പൊ ന്യൂയോർക്കിലുള്ള കുഞ്ഞിരായച്ചാൻ, അതുപോലെ സജി കുഞ്ഞച്ചാൻ, അവരുടെയൊക്കെ പപ്പ, അവരൊക്കെ പൊക്കൊണ്ടിരുന്ന ചർച്ചയാണ്. അപ്പൊ അവരെല്ലാം കൂടെ, ഇപ്പൊ സഹിച്ചാൻ ഉണ്ട് അവിടെ നാട്ടില്, അവരെല്ലാം കൂടെ പിറ്റേന്ന് രാവിലെ വന്നു. അന്ന് രാവിലെ നവംബർ 6-ാം തീയതി കല്യാണത്തിന് അന്ന് രാവിലെ ഞാൻ ആഭരണം ഒരു സ്നാനപ്പെട്ടു. ഉച്ച കഴിഞ്ഞിട്ട് കല്യാണമായിരുന്നു. ജീവിതത്തിൽ ഇന്ന് വരെ പിന്നെ തിരിഞ്ഞു നോക്കി ദുഃഖിക്കുവാൻ ഇട വന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരുപാട് ശാപവും ഒത്തിരി പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിട്ടും ഒരിക്കലും പിന്നെ തിരിഞ്ഞു നോക്കാനോ എൻ്റെ വീട്ടിലേക്ക് എന്നെ ആവശ്യം എന്ന് പറഞ്ഞ് കയറി ചെല്ലാനോ പിന്നെ എൻ്റെ ദൈവം എനിക്ക് ഇടവരുത്തിയിട്ടില്ല. എൻ്റെ അമ്മച്ചി എന്നെ കണ്ടിട്ടില്ല, എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ എന്നെ കണ്ടിട്ടില്ല. ഞാൻ കല്യാണത്തിന് വേണ്ടി അവിടെ ചെന്ന് കാറിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് അവരെല്ലാവരും എന്നെ കാണുന്നത്. അപ്പൊ അമ്മച്ചി വന്നിട്ട് എന്നോട് ചോദിച്ചു, അറിയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അറിയാന്ന് പറഞ്ഞു. അമ്മച്ചി സൗണ്ട് കേട്ടിട്ടുണ്ട്, അങ്ങനെ മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. അപ്പം അങ്ങനെ കല്യാണത്തിനായിട്ട് ഞാൻ അവിടെ ചെന്നിറങ്ങി. കല്യാണം കഴിഞ്ഞു. എൻ്റെ അണ്ണനും ഫ്രണ്ട്സും എല്ലാം കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ അണ്ണൻ വന്നിട്ട് കാറിനകത്തിരിക്കുക, എൻ്റെ അണ്ണന്റെ ഫ്രണ്ട്സ് എല്ലാം വന്നു, കല്യാണം നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടി വന്നു. അങ്ങനെ അവിടെയും ഒരു വിഷമം,
പക്ഷെങ്കിൽ അവർ വന്നിട്ട് ആ ഫുഡെല്ലാം കഴിച്ചിട്ട് അവർ സന്തോഷമായിട്ടാണ് അവർ തിരിച്ചു പോയത്. പക്ഷെങ്കിൽ പിന്നെ ഒരിക്കലും ഞാൻ എൻ്റെ വീട്ടിൽ പോകാനായിട്ട് ഇട വന്നിട്ടില്ല. ഈ കഴിഞ്ഞ ദിവസത്തില് ഞാൻ പിന്നെ എൻ്റെ വീട്ടിൽ ഒത്തിരി ഭയങ്കര കാര്യങ്ങളാണ് സംഭവിച്ചതല്ല. എനിക്ക് തോന്നുന്നില്ല നമുക്കൊരു 7:30 എനിക്ക് 7:30 വരെ പോകാമോ? 7:25. ഇപ്പൊ അവിടെ 20 more minutes ഉണ്ടോ? ഓക്കെ, 15 മിനിറ്റ്സ് ഉള്ളൂ, പക്ഷെ 20 മിനിറ്റ്സ് എടുത്തോ. ഓക്കെ. അപ്പോഴേ എൻ്റെ വീട്ടിൽ സംഭവിച്ച കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു വീട്ടിലും സംഭവിക്കരുതാത്ത കാര്യങ്ങളാണ് എൻ്റെ വീട്ടിൽ സംഭവിച്ചിട്ടുള്ളതെല്ലാം. എൻ്റെ അപ്പൻ ഞാൻ പോരുന്ന കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര പ്രശ്നമായി. അപ്പന് വിഷമമായി പോയി. അപ്പന് ഭയങ്കരമായിട്ട് മാനസികമായിട്ടൊരു പ്രയാസം ഉണ്ടായി. എന്നെ കാണാൻ വേണ്ടി എൻ്റെ അപ്പൻ പല തരത്തിൽ ശ്രമിച്ചു. പക്ഷെ എൻ്റെ അണ്ണൻ ഒരിക്കലും സമ്മതിച്ചില്ല. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ മധുരയ്ക്ക് പോയി. എൻ്റെ അച്ഛൻ്റെ പഠിക്കുന്നിടത്ത് പോയിട്ട് ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ചു വന്നു. അപ്പൊ എൻ്റെ അമ്മയുടെ അനുജത്തി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു, സജി, ഞങ്ങൾ കല്യാണത്തിന് വരാൻ വേണ്ടി എല്ലാ തയ്യാറെടുപ്പുകളും കൂടെ ഇരുന്നതാ. പക്ഷെങ്കിൽ ഗോപാലകൃഷ്ണൻ സമ്മതിക്കാത്തതുകൊണ്ട് ഞങ്ങൾക്ക് വരാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ട് സജിയും ഗിരിജയും കൂടെ വരണം എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ വരുന്നത് അറിഞ്ഞും കൊണ്ട് എൻ്റെ അപ്പൻ ഇങ്ങനെ എന്നെ കാണാൻ വേണ്ടി വെപ്രാളപ്പെട്ട് നടക്കുകയാണ് എന്നറിഞ്ഞും കൊണ്ട് എൻ്റെ ചിറ്റപ്പനും കുഞ്ഞമ്മയും എൻ്റെ അപ്പനെയും കൂടെ വിളിച്ചു. അപ്പൊ എൻ്റെ അപ്പൻ ചെയ്തത്, എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു മാനസികമായിട്ടൊരു പ്രയാസമായിപ്പോയ കാര്യം. അപ്പൊ എൻ്റെ അപ്പൻ ചെയ്തത്, ആരോടും പൈസ കടം ചോദിച്ചില്ല. കാരണം കടം ചോദിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും എൻ്റെ അണ്ണന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കും, ഞാനിങ്ങനെ എന്നെ കാണാൻ വേണ്ടി പോവുകയാണെന്ന് പറഞ്ഞു കൊടുക്കുമെന്ന് പേടിച്ചിട്ട് എൻ്റെ അപ്പൻ കിലോമീറ്ററുകൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഞങ്ങളുടെ വീടെന്ന് പറഞ്ഞാൽ കൊളക്കടയാണ്. നിങ്ങൾ ഓർക്കണം, കൊല്ലം ആ ശാസ്താംകോട്ട അപ്പുറമുള്ള മൈനാഗപ്പള്ളി വരെ എൻ്റെ അപ്പൻ നടക്കാൻ തീരുമാനിച്ചു എന്നെ കാണാൻ വേണ്ടി. അവസാനം ഒരു സന്ധ്യക്ക് ഇങ്ങനെ നടന്ന് ഭരണിക്കാവ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തി. അവിടെ ഒരു ചായക്കടയിൽ കയറിയിട്ട് 50 പൈസ എങ്ങാണ്ടുണ്ട് എൻ്റെ അപ്പൻ്റെ കയ്യിൽ. ഈ 50 പൈസ കൊടുത്തിട്ട് ഒരു കട്ടൻ ചായ കുടിച്ചിട്ട് അവിടെ ഇരുന്നിട്ട് ഒരു 12 മണിയായിട്ടും അപ്പൻ രാത്രി പിറ്റേന്ന് രാവിലെ നടക്കാനാ, ഭരണിക്കാവിന്ന് പിന്നെ മൈനാഗപ്പള്ളിയോട്ട് നടക്കാനാ. എൻ്റെ അപ്പൻ പോകാതിരുന്നപ്പോ ആ കടക്കാരൻ ചോദിച്ചു, പിന്നെ എന്താ പോകുന്നില്ലെന്ന് ചോദിച്ചു. അന്നേരം അപ്പം പറഞ്ഞു, ഞാനിങ്ങനെ എൻ്റെ മോളെ കാണാൻ വേണ്ടി പോവുകയാ, നാളെ ഞാനങ്ങ് പൊയ്ക്കോളാം ഇവിടുന്ന്, നാളെ അവളെ കാണാൻ വേണ്ടിയുള്ള മൈനാഗപ്പള്ളി വരിക, നാളെ ഞാനങ്ങ് പൊയ്ക്കോളാം എന്ന് പറഞ്ഞു. അപ്പോഴാ കടക്കാരൻ പറഞ്ഞു, ഇല്ല, ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല, ഇവിടെ ഇങ്ങനെ നിങ്ങൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് നിങ്ങളെ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയിട്ട് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ വേണം സമാധാനം പറയാൻ പറഞ്ഞിട്ട് ചെറിയൊരു പ്രശ്നം, കുറച്ച് പേരൊക്കെ അവിടെ കൂടി. അപ്പോഴത്തേക്ക് രാത്രി 12 മണിയായി. അപ്പൊ എൻ്റെ കുഞ്ഞമ്മയുടെ മക്കള് 2 പേര് ആൺപിള്ളേരാണ്. അവര് നെടിയവിള എന്ന് പറഞ്ഞ സ്ഥലത്ത് അവർക്ക് വരണം. അപ്പൊ അവരവിടെ വരാൻ വേണ്ടി വന്നപ്പോഴ് അപ്പം ആ കട തുറന്നിരിക്കുന്നുണ്ട്. അപ്പൊ എൻ്റെ കുഞ്ഞമ്മയുടെ ഇളയ മോനെ മൂത്ത അവനോട് പറഞ്ഞിട്ട്, അണ്ണ നമുക്ക് ആ കടയിൽ പോയി ഒരു കട്ടൻ കാപ്പി കുടിക്കാന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു, ഓക്കെ, എന്നാ പിന്നെ നമുക്ക് പോയേക്കാന്നും പറഞ്ഞുകൊണ്ട് അവന് ആ കടയിലോട്ട് കയറിയപ്പം അവൻ പറഞ്ഞ, അണ്ണ നമ്മുടെ പോയിട്ടൊരു വല്യപ്പനല്ലടാ അവിടെ ഇരിക്കുന്നേ എന്നിങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, പോടാ അവിടെ, നീ പാതിരാത്രിക്ക് പോയിട്ടൊരു വല്യപ്പൻ എങ്ങനെ വരാൻ അവിടെ എന്ന് പറഞ്ഞു. അന്നേരം യവൻ ചെന്ന് നോക്കാൻ തീരുമാനിച്ചപ്പോ ഏതാണ്ട് ഒരു പ്രശ്നങ്ങൾ അവിടെ നടക്കുകയാണ്. നോക്കിയപ്പോഴാണ് എൻ്റെ അപ്പന. ഇവൻ ഓടി ചെന്ന് കെട്ടിപ്പിടിച്ചു, വല്യപ്പൻ എന്താ ഇവിടെ വന്നേന്ന് പറഞ്ഞപ്പോ, മക്കളെ ഞാൻ നിങ്ങളുടെ വീട്ടിലോട്ട് വരുവാ, നാളെ അവൾ അവിടെ വരത്തില്ല, എനിക്ക് അവളെ കാണണം, അതിനു വേണ്ടി വരുവാന്ന് പറഞ്ഞു. അപ്പൊ നോക്കിക്കോണം, ദൈവം തമ്പുരാന്റെ വഴികൾ നോക്കിക്കോണം. ദൈവം അവിടെ ആ വീട്ടിലുള്ള കുഞ്ഞുങ്ങളെ തന്നെ അവിടെ കൊണ്ടുവന്നിട്ട് ഈ എൻ്റെ അപ്പനെയും കൊണ്ട് അവര് വീട്ടിലോട്ട് വരികയാണ്. പക്ഷെങ്കിൽ ഞാനിത് അറിഞ്ഞില്ല, ഞാൻ കഴിഞ്ഞ ദിവസം അറിഞ്ഞ്. അപ്പൊ ഞാൻ കർത്താവിനോട് പറഞ്ഞ, കർത്താവെ, കിലോമീറ്ററുകൾ എൻ്റെ അപ്പൻ ചെരിപ്പിടത്തില്ല, കിലോമീറ്ററുകൾ എൻ്റെ അപ്പൻ നടന്നല്ലോ എന്നെ ഒന്ന് കാണാൻ വേണ്ടി. എൻ്റെ അപ്പന് പൈസ ഇല്ലാതെ വിഷമിച്ച് അത്രയും എന്നെ കാണാൻ വേണ്ടി അത്രയും നടന്നല്ലോ എന്ന് ഓർത്തപ്പം എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പൊ ഞാൻ ഒത്തിരി കരഞ്ഞു, ഒരുപാട് കരഞ്ഞു. അപ്പൊ കഴിഞ്ഞപ്പോ എൻ്റെ ഈ സ്റ്റോറികൾ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ സ്റ്റോറി എഴുതുന്നതിന്റെ ഭാഗമായിട്ട് ഞാൻ എൻ്റെ അമ്മയോട് ചോദിച്ചായിരുന്നു, അമ്മേ, ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പോരുന്നതിന് ശേഷമുള്ള കാര്യങ്ങൾ എനിക്ക് അറിയണം. അപ്പൊ അമ്മ പറഞ്ഞു, അതൊന്നും പറയാതിരിക്കുന്നേ നല്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ സ്റ്റോറി എന്നോട് പറഞ്ഞത്. എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. ഞാൻ ഒത്തിരി അങ്ങ് കരഞ്ഞപ്പം കർത്താവ് എന്നോട് ചോദിച്ചു, നിന്റെ അപ്പന് കുറെ കിലോമീറ്ററുകൾ കാലിൽ ചെരുപ്പിടാതെ നടന്നപ്പം നിനക്ക് നൊന്തു അല്ലേ? നിന്റെ അപ്പന് നിന്നെ കാണാൻ വേണ്ടി വാഞ്ചിച്ച് ആഗ്രഹിച്ച് ഓടി നടന്നപ്പോ നിനക്ക് നൊന്തു അല്ലേ? നിന്നെ നേടാൻ വേണ്ടി പച്ച പൈന്മര കുരിശു എടുത്തുകൊണ്ട് ഞാൻ ആ ഗോൽഗോഥായുടെ മല കയറിയപ്പോ നിനക്ക് നൊന്തില്ലേ? ഞാൻ ഞെട്ടിപ്പോയി കേട്ടപ്പോഴ്. നിനക്ക് വേണ്ടി ചാട്ടവാറടി ഏറ്റപ്പോഴ്, നിനക്ക് വേണ്ടി ഞാൻ സഹിച്ച പീഡനങ്ങൾ നീ ഓർക്കുന്നില്ലേ? ഞാൻ പറഞ്ഞു, കർത്താവെ, എനിക്ക് നൊന്തില്ല, പക്ഷെ കർത്താവ് എനിക്ക് വേണ്ടി കൊണ്ട അടികൾ ഓർത്തപ്പോഴ്, എനിക്ക് വേണ്ടി സഹിച്ചത് ഓർത്തപ്പം ഞാൻ നൊന്ത് കർത്താവെ എന്ന് പറഞ്ഞു. എൻ്റെ അപ്പന്റെ കാര്യം ഓർത്തപ്പോ എനിക്ക് അന്നേരം ആ വിഷമം അങ്ങ് മാറി. കാരണം
എനിക്ക് വേണ്ടി എൻ്റെ അപ്പൻ സഹിച്ചതിനേക്കാൾ എത്രയോ മടങ്ങാണ് എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി സഹിച്ചതെന്ന് ഓർത്തപ്പോഴ് എനിക്ക് യാതൊരു തരത്തിലുള്ള വിഷമവും അപ്പൊ ഫീൽ ചെയ്തില്ല. ഞാൻ കർത്താവിനോട് ക്ഷമ പറഞ്ഞു, കർത്താവ് എന്നോട് ക്ഷമിക്കണം, ഞാൻ ഒരു നിമിഷം അങ്ങേക്കാൾ കൂടുതലായിട്ട് എൻ്റെ അപ്പനെ ഒന്ന് സ്നേഹിച്ചു പോയി, എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞു. അതിനുശേഷമായിട്ട് 5 വർഷം കഴിഞ്ഞപ്പോഴ് എൻ്റെ അപ്പൻ മരിച്ചു. അപ്പന് പിന്നീട് ഓർമ്മയില്ലാതായിട്ടൊക്കെയാണ് മരിച്ചത്. പക്ഷെ സുഖമില്ലാതെ കിടന്ന ഒരു സമയത്ത് പോലും ഒന്ന് വന്ന് കാണണം എന്ന് പറഞ്ഞപ്പോ പുള്ളിക്കാരെ സമ്മതിച്ചില്ല, കേറ്റത്തില്ല എന്ന് പറഞ്ഞു. ഈ വീട്ടിൽ കയറേണ്ട ആവശ്യമില്ല, നിന്നെ കയറ്റത്തുമില്ല. പക്ഷെങ്കിലും മരിച്ചു കഴിഞ്ഞപ്പോ അപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് മോനുണ്ടായി. ഞങ്ങൾ ബാലരാമപുരത്ത് നോർത്ത് ഇന്ത്യ ഞങ്ങൾ ഇടയ്ക്ക് പോയി. അപ്പൊ നോർത്ത് ഇന്ത്യയിലാണ് എനിക്ക് മോനുണ്ടായത്. അപ്പൊ നോർത്ത് ഇന്ത്യയിൽ തിരിച്ചു വന്നു. ബാലരാമപുരത്ത് ഞങ്ങളൊരു പൈനർ വർക്ക് ചെയ്യുമായിരുന്നു. രണ്ടാമത്തെ മോൾ അപ്പോഴില്ല. അപ്പം അത് കഴിഞ്ഞതിന് ശേഷമാണ് മോളുണ്ടായത്. അപ്പം ആ സമയത്താണ് എൻ്റെ അപ്പം മരിക്കുന്നത്. അപ്പൊ ആ സമയത്ത് എൻ്റെ അണ്ണന്റെ ഫ്രണ്ട്സ് ആരെങ്കിലും പറഞ്ഞതായിരിക്കാം, നിനക്ക് ശാപം കിട്ടുമെന്നെല്ലാം പറഞ്ഞിട്ടായിരിക്കാം പുള്ളിക്കാരൻ പറഞ്ഞു വേണമെങ്കിൽ വന്ന് കണ്ടിട്ട് പോകാൻ പറഞ്ഞു മരിച്ചു കഴിഞ്ഞപ്പോ. അങ്ങനെ മരിച്ചു കഴിഞ്ഞപ്പോഴും ഞാനും എൻ്റെ അച്ഛൻ ആദ്യമായിട്ട് എൻ്റെ വീട് കാണുക, എൻ്റെ വീട്ടുകാരെ കാണുക, ആരെയും കണ്ടിട്ടില്ല. എൻ്റെ അച്ഛൻ ഒരു മനുഷ്യരെയും കണ്ടിട്ടില്ല. ആദ്യമായിട്ട് വന്ന് എൻ്റെ വീട് കാണുക അന്നേരമാണ് എൻ്റെ അപ്പം മരിച്ചു കിടന്നു. അന്യരെ പോലെ ഞങ്ങൾ ചെന്നു കണ്ടു. ചിതയ്ക്ക് തീ കൊളുത്തിയപ്പം ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോരുകയായിരുന്നു. എന്നിട്ട് പോലും ഈ മനുഷ്യൻ ഞങ്ങളോടൊരു വാക്കും മിണ്ടിയില്ല. അത് കഴിഞ്ഞിട്ട് 5 വർഷം കഴിഞ്ഞു, ഞങ്ങൾക്ക് മോളും ഉണ്ടായി. അത് 2.5 വർഷം കഴിഞ്ഞ് ഞങ്ങൾക്ക് ഒരു മോളുണ്ടായി. മോൾക്ക് ഒരു 1.5-2 വയസ്സാകാറായപ്പോഴത്തേക്ക് അച്ഛൻ US വരികയാണ്. അതൊക്കെ ഭയങ്കര സ്റ്റോറികളാണ്, അതൊക്കെ വലിയ സാക്ഷ്യങ്ങളാണ്, നമ്മൾ പറഞ്ഞാൽ ഇപ്പോഴും ഇവിടെ നിൽക്കത്തില്ല. അപ്പം എൻ്റെ അച്ഛൻ US വരികയാണ് പഠിക്കാൻ വേണ്ടി, PhD വേണ്ടി വരികയാണ്. അപ്പം ആ സമയത്ത് ഞാൻ M.Com എക്സാം എഴുതുക, 2ാമത് M.Com എക്സാം എഴുതുക. ആരെങ്കിലും എന്നെ കേൾക്കുന്നവര് പഠിത്തത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പഠിത്തത്തിന്റെ വിഷയത്തിൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്നും വിഷമിക്കേണ്ട. ഞാൻ എൻ്റെ TC ഉൾപ്പെടെ കീറിക്കളഞ്ഞതാ M.Com സമയത്ത്. എൻ്റെ TC ഉൾപ്പെടെ കീറിക്കളഞ്ഞ് M.Com ഞാൻ പാസ്സാകത്തില്ല എന്ന് പറഞ്ഞിട്ട് TC ഉൾപ്പെടെ ആ സമയത്തൊക്കെ ഗ്രൂപ്പ് സിസ്റ്റം ഒരെണ്ണം പോയി കഴിഞ്ഞ് മൊത്തം എഴുതണം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ TC പഠിക്കുന്നില്ല എന്നങ്ങ് തീരുമാനിച്ചു. ഒരു ആവറേജ് സ്റ്റുഡന്റ് ആയിരുന്നു, ഞാൻ എല്ലാത്തിനും 7 ക്ലാസ് ഉണ്ട്. പക്ഷെങ്കിൽ M.Com വന്നപ്പോൾ തോറ്റുപോയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായപ്പോൾ ഞാൻ TC ഉൾപ്പെടെ കീറിക്കളഞ്ഞതാ. അപ്പം ഞാൻ ആ സമയത്ത് M.Com എക്സാം എഴുതുക. എൻ്റെ അച്ഛൻ അവസാനം പറഞ്ഞു, നീ എക്സാം എഴുതിയേ പറ്റത്തുള്ളൂ, നീ പരീക്ഷ എഴുതിയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് എക്സാം എഴുതിച്ചു. ഡ്യൂപ്ലിക്കേറ്റ് TC എടുപ്പിച്ചു. അങ്ങനെ ഞാൻ എക്സാം എഴുതുക. അപ്പം ആ സമയത്താണ് അച്ഛൻ ഇങ്ങോട്ട് വന്നത്. അച്ഛൻ ഇങ്ങോട്ട് വരുന്നതിന്റെ തലേ ദിവസം ഒരു എക്സാം, വരുന്നതിന്റെ അന്ന് എക്സാം ഇല്ല, പിറ്റേ ദിവസം എക്സാം. അങ്ങനെ വളരെ ഒന്നും പഠിക്കാതെ പോയാണ് ഞാൻ എക്സാം എഴുതിയെന്ന് വേണമെങ്കിൽ പറയാം. ഫസ്റ്റ് ഇയറിന്റെ എക്സാം കഴിഞ്ഞായിരുന്നു. ഫസ്റ്റ് ഇയറിന്റെ എക്സാമിന്റെ സമയത്ത് ഇതിനെക്കാട്ടിലും പ്രതികൂലങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ അതെല്ലാം തരണം ചെയ്തിട്ട് സെക്കൻഡ് ഇയറിന്റെ സമയമായപ്പോഴത്തേക്ക് ഞാൻ തീരുമാനിച്ചു M.Com ഇപ്രാവശ്യവും പോയി. പക്ഷെങ്കിൽ ഒരു വാഗ്ദത്തം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു വാഗ്ദത്തം ദൈവം സംസാരിച്ചത്, പാറയിൽ നിന്ന് ജല തടാകവും തീക്കൽ പാറയിൽ നിന്ന് നീരുറവും പുറപ്പെടും. അപ്പൊ ഞാൻ ഓർത്ത് പാറയിൽ നിന്നൊരു ജല തടാകം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ നമുക്ക് സമ്മതിക്കാം, കാരണം ഉണ്ടാകാം എന്ന് നമുക്കൊരു ചിന്തയുണ്ടാകാം. പക്ഷെങ്കിൽ തീക്കൽ പാറയിൽ നിന്ന്, അല്ലെങ്കിൽ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പാറയിൽ നിന്ന് എങ്ങനെ ഒരു നീരുറവ് പുറപ്പെടും? ഒരിക്കലും സാധ്യതയില്ല, അതിന് ഒരിക്കലും അത് പറ്റത്തുമില്ല. പക്ഷെങ്കിൽ ദൈവം അത്ഭുതകരമായിട്ട് എനിക്ക് സെക്കൻഡ് ക്ലാസ് തന്നു. അതിനും ഞാൻ പാസ്സായി. അങ്ങനെ ഞാൻ B.Ed പോയി. B.Ed ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഇവിടെ വന്നതിന് ശേഷമാണ് റിസൾട്ട് അറിഞ്ഞത്. പക്ഷെങ്കിൽ എൻ്റെ ഡ്രീം, എൻ്റെ പഴയ എനിക്കൊരു സ്വപ്നമായിരുന്നു B.Ed. പക്ഷെങ്കിൽ അതും ദൈവം നമുക്ക് വിശ്വാസത്തിൽ വന്നതിന് ശേഷം ഞാൻ ഒരിക്കൽ പോലും അങ്ങനെ പ്രാർത്ഥിച്ചിട്ടില്ല. അതിനുശേഷമായിട്ട് എൻ്റെ വീട്ടില് ഞാൻ ഇങ്ങോട്ട് പോരാൻ നേരത്തിന് തലേ ദിവസം എൻ്റെ അണ്ണൻ വിളിച്ചിട്ട് പറഞ്ഞു, ഇപ്പൊ എൻ്റെ അണ്ണൻ്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞു, കല്യാണത്തിന്റെ എൻഗേജ്മെന്റ് ഞാൻ നാട്ടിലുണ്ടായിരുന്നു, എന്നെ വിളിച്ചില്ല. ഞങ്ങളുടെ പ്രോപ്പർട്ടി എല്ലാം പുള്ളിക്കാരൻ വിളിച്ച് എന്നെ ലോൺ എടുക്കണം, പിന്നെ ഞങ്ങൾ 3 പേരും കൂടെ ഒപ്പിട്ട് കൊടുത്തെങ്കിലേ കിട്ടത്തുള്ളൂ. അങ്ങനെ എല്ലാ പ്രോപ്പർട്ടിയും എഴുതി വാങ്ങിച്ചു. തിരിച്ചു പുള്ളിക്കാരന് എനിക്കൊന്നും പറഞ്ഞുകൊണ്ടിട്ടിരുന്ന പ്രോപ്പർട്ടി, പിന്നെ പുള്ളിക്കാരനുള്ള പ്രോപ്പർട്ടി എല്ലാം പുള്ളിക്കാരൻ എഴുതി ഒപ്പിട്ട് തിരിച്ചു കൊടുത്തു. എൻ്റെ അച്ഛൻ പറഞ്ഞു, 1 സെന്റ് വസ്തു പോലും നമുക്ക് വേണ്ട, ഒരു 5 പൈസ നമുക്ക് വേണ്ട, നീ പോയി എഴുതി ഒപ്പിട്ട് കൊടുത്തേക്ക്. എവിടൊക്കെ അവർ പറഞ്ഞു വെച്ചാൽ എഴുതി ഒപ്പിട്ട് കൊടുത്തേക്ക്, എനിക്ക് നിന്റെ 1 പൈസയും വേണ്ട, എനിക്കത് വേണ്ടതാനെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയി എല്ലാം എഴുതി ഒപ്പിട്ട് കൊടുത്തു. തിരിച്ച് അപ്പൊ ഞാൻ ഇങ്ങോട്ട് പോരാൻ സമയത്ത് എന്നെ വിളിച്ചിട്ട്, എന്റെ കല്യാണോ, നീ പോവാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഓക്കെ കല്യാണം നടക്കട്ടെ, ഞാൻ എൻഗേജ്മെന്റിന്റെ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നല്ലോ, എന്നെ വിളിച്ചില്ലല്ലോ, കുഴപ്പമില്ല, കല്യാണമൊക്കെ നടക്കട്ടെ എന്ന് പറഞ്ഞു. ജനുവരി 11-ാം തീയതിയാണ് എൻ്റെ കല്യാണം. ഞാൻ 2011 ഡിസംബർ 11-ാം തീയതി ഇവിടെ വരുന്നു. ഭയങ്കര സംഭവങ്ങളാ പിന്നീടുണ്ട്. എല്ലാം കല്യാണം കഴിഞ്ഞിട്ട് എൻ്റെ അണ്ണന്റെ വൈഫ് ഡിപ്രഷനായിപ്പോ. അപ്പൊ എന്നോട് പറഞ്ഞായിരുന്നു, എൻ്റെ അണ്ണന്റെ ഫ്രണ്ടും എൻ്റെ അണ്ണനും ഒക്കെ എന്നോട് പറഞ്ഞായിരുന്നു, നമുക്ക് ആരും അറിയാതെ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണാം, നിനക്ക് ഭ്രാന്തുണ്ട്, അത് ചെന്ന് മാറട്ടെന്ന് പറഞ്ഞായിരുന്നു.
പക്ഷെങ്കിൽ എൻ്റെ അണ്ണന്റെ വൈഫ് നമ്മൾ പറയുന്ന വാക്കുകൾ വളരെ കെയർഫുൾ ആയിരിക്കണം. നമ്മുടെ വായിൽ നിന്ന് ഒരു നെഗറ്റീവ് വാക്ക് വന്നാൽ അതും അതിനപ്പുറവുമായിട്ട് നമുക്ക് തിരിച്ചു കിട്ടും. നമ്മുടെ കുഞ്ഞുങ്ങളോടായാലും നമ്മുടെ ആരോടായാലും നമ്മുടെ വിശ്വാസ ജീവിതത്തിലായാലും നമ്മൾ പറയുന്ന വാക്കുകൾ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. ഈ അണ്ണൻ എന്നോട് പറഞ്ഞതുപോലെ അതിന്റെ ഇരട്ടിയായിട്ടാണ് പിന്നീട് സംഭവിച്ചത്. ഈ കൊച്ചു ഗ്യാസ് തുറന്നു വിടുക, മണ്ണെണ്ണ എടുത്ത് മീനിനകത്ത് ഒഴിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു. അവസാനം എൻ്റെ അണ്ണൻ പാരലൈസ് ആയിപ്പോയി. എൻ്റെ അണ്ണൻ്റെ ഒരു വശം തളർന്നുപോയി. എൻ്റെ അണ്ണൻ്റെ ഒരു വശം തളർന്ന് 17 ദിവസം കോമായിൽ ശ്രീഹിത്രായിൽ കിടന്നപ്പോഴ് ഒരു പാസ്റ്ററി എന്ന് പ്രാർത്ഥിച്ചു. പാസ്റ്ററി എന്ന് രഞ്ജിപ്പോൾ എന്ന് പറയും. ഈ പാസ്റ്ററി എന്ന് പ്രാർത്ഥിച്ചതിന്റെ പിറ്റേ ദിവസം പുള്ളിക്കാരൻ കണ്ണു തുറന്നു. എൻ്റെ അമ്മ നല്ലൊരു വിശ്വാസിയായി. അതോടുകൂടെ എൻ്റെ അമ്മയുടെ കൂടെ ഈ പെങ്കൊച്ചും ചർച്ചയിൽ പോയിക്കൊണ്ടിരുന്ന. ഈ പെങ്കൊച്ചിന് ഇപ്പൊ 6 മാസം, അപ്പം രണ്ടാമത്തെ കുഞ്ഞിന് 3 മാസം പ്രഗ്നന്റ് ആയിരുന്നു. ഇവളിങ്ങനെ ചർച്ചയിൽ പോയിക്കൊണ്ടിരുന്നപ്പോ ഇവിടെ അമ്മ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളെ നിന്നെ ഒരു ഹിന്ദുവിനാ കല്യാണം കഴിച്ചു കൊടുത്തേ, ഒരു ക്രിസ്ത്യാനിക്കല്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഈ കുഞ്ഞ് ചർച്ചയിൽ പോകുന്ന നിർത്തിയിട്ട് ഇവള് പ്രസവത്തിനായിട്ട്, അപ്പൊ അണ്ണൻ പാർലസായി വീട്ടിൽ കിടക്കുകയാണ്. ഇവിടെ വീട്ടിൽ പോയി രണ്ടാമത്തെ കുഞ്ഞിനെ പ്രസവിച്ചു. 6 മാസം കഴിഞ്ഞപ്പോഴ് ഇവള് മണ്ണെണ്ണ ഒഴിച്ച് ആത്മഹത്യ ചെയ്തു. അപ്പൊ ഞാൻ എൻ്റെ അമ്മയോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, അമ്മ മണ്ണെണ്ണ ഒഴിച്ചതേ ഉള്ളൂ, പക്ഷെങ്കിൽ അമ്മയുടെ മരുമോള് മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി ആത്മഹത്യ ചെയ്യുന്ന നമുക്ക് കാണേണ്ടി വന്നു. നമ്മുടെ വാക്കും നമ്മുടെ പ്രവൃത്തിയും ജീവനും മരണവും നമ്മുടെ നാവിന്റെ അധികാരത്തിന്മേലിരിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസമോ ഏതെങ്കിലും വിഷയത്തിൽ തോന്നുകയാണെങ്കിൽ ദയവായി നിങ്ങൾ നെഗറ്റീവ് വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിലോ നിങ്ങളുടെ മനസ്സിലോ നിങ്ങളുടെ നാവിലോ വരരുത്. അത് വന്നു കഴിഞ്ഞാൽ കാറ്റ് വിതച്ചാൽ നമ്മൾ കൊടുങ്കാറ്റ് പോയും. എൻ്റെ അമ്മ ഒരു കാര്യം കൂടെ പ്രാർത്ഥിച്ചായിരുന്നു. എൻ്റെ അണ്ണൻ നാവ് താഴ്ന്നു കിടന്നപ്പം അമ്മ പറഞ്ഞു, കർത്താവേ എന്നെ ചീത്ത വിളിക്കാനെങ്കിലും എൻ്റെ മോന്റെ നാവിനെ ഒന്ന് സംസാരിക്കണം. ഇപ്പൊ ചീത്തയല്ലാതെ ഒന്നും വിളിക്കുകയല്ല പുള്ളി. അതും ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു. അമ്മേ, അതുകൊണ്ട് നമുക്ക് വളരെ കെയർഫുൾ ആയിരിക്കണം. നമ്മുടെ ജീവിതത്തില് ദൈവം നമുക്ക് തരുന്ന നന്മകള്, ദൈവം നമുക്ക് തരുന്ന അനുഗ്രഹങ്ങള്. അപ്പം ഈ പ്രാർത്ഥന ഞാൻ പറഞ്ഞല്ലോ, കല്യാണത്തിന്റെ സമയത്ത് ആന്റി പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയെ കുറിച്ച് ഒരു പ്രാർത്ഥനാ വലയത്തിരുന്ന കാര്യം പറഞ്ഞല്ലോ. അന്ന് ആന്റി പറഞ്ഞൊരു കാര്യമുണ്ട്, നീ നട്ടുണ്ടാക്കാത്ത മുന്തിരിത്തോട്ടങ്ങളും നല്ലതും വലുതുമായ മുന്തിരിത്തോട്ടങ്ങളും നീ പണിയാത്തതും നല്ലതും വലുതുമായ ഭവനങ്ങളും ഞാൻ നിനക്ക് തരുമ്പോൾ നിന്നെ അടിമ വീടായ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്നിന്റെ ദൈവമായ യഹോവയെ മറക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക എന്ന്. ഇന്നും ഞങ്ങൾ ഇവിടെ താമസിക്കുന്നു, പക്ഷെ ഞങ്ങൾ തികച്ചും സാധാരണ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നമ്മൾ താമസിക്കുന്നത് എങ്ങനെയാണ്, അമേരിക്കയിലാണ് എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇവിടുത്തെ ഒരു കൾച്ചറോ ഇവിടുത്തെ ഒരു സംസ്കാരം ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ കലരാൻ ഞങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം ഞങ്ങളെ ഇവിടെ ദൈവം കൊണ്ടുവന്നൊരു പ്രത്യേക പർപ്പസിന് വേണ്ടിയാ. അത് നിവർത്തിക്കണം, ഇവിടെ നിന്ന് പോകണം എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ആഗ്രഹം. ദൈവത്തിന്റെ പദ്ധതി പ്രകാരം ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ കൂടെ കർത്താവ് ദാനമായിട്ട് തന്നു. അങ്ങനെ 3 കുഞ്ഞുങ്ങൾ ഞങ്ങൾക്കുണ്ട്. മൂത്ത മോന് 16 വയസ്സായി, രണ്ടാമത്തെ മോള് 12 വയസ്സായി, മൂന്നാമത്തെ ആൾക്ക് ഇപ്പോൾ 8 വയസ്സ് കഴിഞ്ഞു. ഞങ്ങൾ സന്തോഷമായിട്ട് ഇവിടെ കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. ദൈവം അനുവദിക്കുന്ന പക്ഷം ഇവിടുത്തെ ശുശ്രൂഷകളൊക്കെയും ഏറ്റവും ഭംഗിയായിട്ട് തീർക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. ഇന്നുവരെയും എൻ്റെ വീട്ടിൽ പിന്നെ പോകാനോ ഒന്നും ദൈവം സമ്മതിച്ചിട്ടില്ല. പക്ഷെ എൻ്റെ അമ്മയ്ക്ക് വ്യത്യാസം വന്നു. അമ്മ സ്നാനപ്പെട്ടു. അമ്മ ഇപ്പൊ നല്ലൊരു വിശ്വാസിയായിട്ട് കഴിയുന്നു. പിന്നെ എൻ്റെ ബ്രദർ ഇങ്ങനെ പൊക്കൊണ്ടേ ഇരിക്കുകയാണ്. എപ്പോഴാണെങ്കിലും നിത്യതയ്ക്ക് വേണ്ടി ഒരു മുഖാന്തരം ഒരുങ്ങുന്നെന്ന് അറിയത്തില്ല. അങ്ങനെ നിങ്ങളെല്ലാവരും ഓർക്കുമ്പോൾ പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമ്മൾ വായിക്കുന്നത് പോലെ ബലമുള്ള ശത്രുവിന്റെ കയ്യിൽ നിന്നും എന്നെ പകച്ചവരുടെ കയ്യിൽ നിന്നും കർത്താവിനെ വിടുവിച്ചു. ഈ സാക്ഷ്യം നിങ്ങളോട് പറയാൻ വേണ്ടി കർത്താവ് ആക്കി വെച്ചു. ഇങ്ങനൊരു അവസരം തന്ന സിസ്റ്റർ ഫേബ, തന്റെ കോൺഗ്രിഗേഷൻ, അവർക്കൊക്കെയുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ഒരു പ്രാവശ്യം കൂടെ നിങ്ങളെല്ലാവരെയും ദൈവനാമത്തിൽ വന്ദനം ചെയ്യുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വളരെ ശക്തമായ ഒരു ദൈവിക ആലോചന, ഒരു ജീവിതം നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുവാൻ ദൈവം പ്രിയമകളെ സഹായിച്ചല്ലോ. താൻ കടന്നുപോയ എല്ലാ അവസ്ഥകളിലും കൂടെ ഇരുന്ന ഒരു നല്ല കർത്താവ്. ഞാൻ വിചാരിക്കുക, ഒരു കൊച്ചു സുവിശേഷം പറഞ്ഞിട്ട് ഒരു കൊച്ച് അവരെ ക്രൈസിസ് സിറ്റുവേഷനിൽ ഒരു ബൈബിൾ കൊടുക്കാൻ മനസ്സ് കാണിച്ചതുകൊണ്ട് ഒരു കർത്താവിന് വേണ്ടി ഒരു ധീര പടയാളിയെ വേർതിരിക്കപ്പെടുവാൻ കാരണമായി. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം കലാലയത്തിൽ പഠിക്കുന്നുണ്ട്. നമ്മൾ എന്താണ് കുഞ്ഞുങ്ങളോട് പറഞ്ഞു വിടാറ്? പണ്ട് ചിംശോനെ കുറുക്കന്മാരെ പിടിച്ചിട്ട് വയലിലോട്ട് 2 വാല് കെട്ടിയിട്ട് പന്തം കൊളുത്തി വിട്ടതുപോലെ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ എങ്ങനെയാ വിടുന്നത്? ഒരു അഭിഷേകത്തോടെയാണോ വിടുന്നത്?
നമ്മൾ കുഞ്ഞുങ്ങൾ കാരണം ഒരാളെങ്കിലും കർത്താവിനെ കാണാൻ ഇടയായാൽ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. നമുക്ക് വളർത്താൻ തന്ന കുഞ്ഞുങ്ങളെ ആത്മഭാരത്തോടെ വളർത്താം. ഈ തലമുറയിൽ ഇങ്ങനെ ആത്മഭാരം ഉണ്ടായിരുന്ന ഒരു കുഞ്ഞുണ്ടായത് കൊണ്ടാണ് ഒരു ബൈബിളിന്റെ പ്രതി ഗിരിജ സിസ്റ്റർ വീട്ടിലെത്തിയത്. നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് അങ്ങനെ വളർത്താൻ ആ ഒരു ആത്മവീര്യം നമുക്കുണ്ടോ? നമുക്ക് കഴിയുന്നത് കർത്താവിന് വേണ്ടി ചെയ്യാൻ ഈ ദിവസങ്ങളിൽ നമ്മൾ ഇടയാകട്ടെ. നമ്മുടെ ചുറ്റുവട്ടത്ത് എത്രയോ ഗിരിജമാര്, എത്രയോ പേര് യഥാർത്ഥ സന്തോഷത്തിന് വേണ്ടി, ശാന്തിക്ക് വേണ്ടിയിട്ട്, ബലമുള്ള ശത്രുവിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തം നമ്മൾ മറന്ന് ജീവിക്കാനല്ല. നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് പറയാം, കർത്താവേ, എനിക്ക് ചിലത് നിനക്ക് വേണ്ടി ചെയ്യാനുള്ള കൃപ തരണേന്ന്. ഇന്ന് ഒരു പകൽ നമ്മൾ ഒന്ന് ആത്മാർത്ഥത കാണിച്ചിരുന്നെങ്കിൽ എത്ര പേര് കൂടെ ഈ സൂമിൽ ജോയിൻ ചെയ്തിരുന്നേനെ? ഒന്നുകൂടെ നമ്മൾ ശ്രമിച്ചിരുന്നെങ്കിൽ എത്ര പേര് ഈ സാക്ഷ്യം കേട്ടിരുന്നേനെ? എത്ര പുതിയ ഗിരിജമാർ ജനിക്കുവാൻ കാരണമായി തീർന്നേനെ? നമുക്ക് ദൈവം തന്ന എത്ര അവസരങ്ങളെയാണ് നമ്മൾ തള്ളിക്കളയുന്നത്? മറിയെ പറ്റി വചനത്തിൽ പറയുന്നു, അവൾ തന്നാൽ ആവത് ചെയ്തു. കഴിഞ്ഞൊരു വർഷം നമ്മൾ തന്നാൽ ആവത് എന്താണ് കർത്താവിന് വേണ്ടി ചെയ്തത്? നമ്മൾ വിചാരിച്ചിരുന്നെങ്കിൽ നമ്മുടെ അടുത്ത വീട്ടിലുള്ള വ്യക്തിയോട് സുവിശേഷം പറയാൻ പറ്റില്ലായിരുന്നോ? സിസ്റ്റർ പറഞ്ഞൊരു കാര്യം കേട്ടോ, എൻ്റെ അടുത്തൊരു പെന്തിക്കോസുകാരുണ്ടായിരുന്നു, പക്ഷെ ഒരിക്കലും അവർ യേശുവിനെ പറ്റി എന്നോട് പറഞ്ഞില്ലായിരുന്നു. നമ്മുടെ അയൽക്കാരും നാളെ ഇതേ വാക്യം നമ്മളോട് പറയുമോ? ഇതേ കാര്യം നമ്മളോട് പറയുമോ? ഈ രക്ഷിക്കുന്ന യേശുവിനെ പറ്റി, ബലമുള്ള ശത്രുവിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്ന, ശാപത്തിൽ നിന്ന് വിടുവിക്കുന്ന, സകല പാപത്തിൽ നിന്നും രക്ഷിക്കുന്ന ഒരു യേശുവിനെ പറ്റി എന്റെ അയൽക്കാർ എന്നോട് പറഞ്ഞില്ല, എന്റെ സ്നേഹിതർ, എന്റെ കൂടെ പഠിച്ചവർ, എന്റെ കൂടെ ഇരുന്ന് ജോലി ചെയ്തവർ, എനിക്ക് പരിചയം ഉണ്ടായിരുന്ന പെന്തിക്കോസുകാരി എന്നോട് പറഞ്ഞില്ല എന്ന് നാളെ ഒരു വ്യക്തി ഇതുപോലെ സാക്ഷ്യം പറയാൻ ഇടയാകുമോ? ദൈവം നമുക്ക് തന്ന അവസരങ്ങളെ നമ്മൾ പാഴാക്കാതെ കർത്താവിന് വേണ്ടി നമുക്ക് ഓടാം. എത്രയോ പേര് ഈ രക്ഷകനെ കാണാൻ കൊതിക്കുന്നു. ജീവിതത്തിന്റെ എത്ര തീവ്രമായ കഠിനമായ ശോധനയിൽ കർത്താവിന് വേണ്ടി വില കൊടുത്തു നിൽക്കുവാൻ പ്രിയ സഹോദരിയെ ദൈവം സഹായിച്ചല്ലോ. തന്റെ ജീവിതം, നമ്മുടെ ആ ജീവിതം തന്നെ നമുക്ക് വലിയൊരു പാഠമാണല്ലോ. ഞാൻ പറഞ്ഞൊരു കാര്യം, നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. നമ്മൾ എന്താ പറയുന്നത്? നമ്മുടെ ഫ്രസ്ട്രേഷനിൽ, നമ്മുടെ കോപത്തില്, നമ്മുടെ മക്കളോട്, നമ്മുടെ ജീവിതം കണ്ടിട്ട്, നമ്മുടെ ചുറ്റുവട്ടമുള്ളവരോട്, നമ്മൾ സ്നേഹിക്കുന്നവരെ പറ്റി നമ്മുടെ ഫ്രസ്ട്രേഷന്റെ സമയത്ത് നമ്മൾ എന്താ പറയുന്നത്? കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് കൊയ്യാനല്ല, കർത്താവെ, അനുഗ്രഹം വിതച്ച് അനുഗ്രഹം കൊയ്യാൻ. അപ്പത്തെ വെള്ളത്തിന്മേലെറിയുക. എത്ര നെഗറ്റീവ് ആണെങ്കിലും അനുഗ്രഹത്തെ എറിയുക. നാളെ അത് തിരിച്ചു വരട്ടെ, അനുഗ്രഹമായി വിടുതലായി തിരിച്ചു വരാൻ ഇടയാകട്ടെ. നമ്മുടെ ജീവിതത്തില് ഒന്നുകൂടെ നമ്മൾ സംസാരിക്കുന്നതിന് മുമ്പ് ചിന്തിക്കാൻ അതൊരു കാരണമായി തീരട്ടെ. അത്ര ശക്തമായി ദൈവം അവരെ കുടുംബമായിട്ട് ഉപയോഗിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും ഈ തീക്കൽ പാറയിൽ നിന്ന് ജലതടാകത്ത് തരുവാൻ കർത്താവ് ശക്തനാണ്. തന്റെ മകളോട് ദൈവം കാണിച്ച വിശ്വസ്തത ഇന്ന് പ്രയത്നത്തിൽ ആരെങ്കിലും ജീവിതത്തിൽ എങ്ങനെ മുന്നോട്ട് പോകും, എങ്ങനെ എന്റെ സ്വപ്നങ്ങൾ സഫലീകരിക്കും, എങ്ങനെ എനിക്ക് കാര്യങ്ങളെ നേരിടാൻ പറ്റും, ഒരു തീരുമാനമെടുക്കാൻ എനിക്ക് ധൈര്യമില്ല എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ ഇന്ന് യേശുവിന് വേണ്ടി സമർപ്പിക്കുകയാണെങ്കിൽ യേശുവിന് വഴി തുറക്കാൻ പറ്റാത്ത ഒരു മണ്ഡലവുമില്ല, യേശുവിന് തുറക്കാൻ പറ്റാത്ത ഒരു വാതിലുമില്ല. യേശുവിന് വേണ്ടി ഒരു സ്റ്റെപ്പ് എടുത്തു വെക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ നമുക്ക് വേണ്ടി എത്രയോ സ്റ്റെപ്പുകൾ എടുത്തു വെക്കുന്ന ഒരു സ്വർഗത്തിലെ പിതാവ് നമ്മുടെ പിതാവ്. പ്രിയ സഹോദരി പറഞ്ഞില്ലേ, ഒരു അപ്പൻ നടന്ന് തന്റെ മകളെ കാണാൻ ചെന്ന ആ ഒരു ദിവസത്തെ ഓർത്ത്, അപ്പൻ ചെയ്ത ഒരു ത്യാഗം ഓർത്തപ്പോൾ മകൾക്ക് അത്ര വേദനയായിരുന്നെങ്കിൽ, പ്രിയ സഹോദരി പറഞ്ഞല്ലോ, സ്വർഗത്തിന്റെ സകല മഹിമയും വിട്ട് ഈ ഭൂമിയിലേക്ക് വന്ന ഈ അപ്പൻ ചെയ്ത ത്യാഗം, ആ അപ്പൻ സഹിച്ച വേദന, അത് ഓർക്കുമ്പോൾ അപ്പന് വേണ്ടി ഒരു തീരുമാനം എടുക്കാൻ നമുക്ക് കഴിയുന്നില്ലേ? അപ്പന് വേണ്ടി തിരിച്ചൊന്നും ചെയ്യാൻ കഴിയുന്നില്ലേ? തിരിച്ചപ്പനെ നമുക്ക് സ്നേഹിക്കാൻ കഴിയത്തില്ലേ? ആരെങ്കിലും ഏതെങ്കിലും ഒരു വിഷയത്ത് കർത്താവ് പറഞ്ഞിട്ടും പിന്നെയും തീരുമാനമെടുക്കാൻ മടിച്ചു നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് നിങ്ങളുടെ വിടുതലിന്റെ ദിവസമാകട്ടെ. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു കൊണ്ട് ഇങ്ങനെ ഒരു അവസരം തന്നത്. 2020 നാം മരിച്ചു പോകാതിരുന്നത്, നമ്മളെ സ്പെയർ ചെയ്തത് കർത്താവിന് ചിലത് കൂടെ നമ്മൾ കൂടെ ചെയ്യിക്കാൻ ആഗ്രഹമുള്ളത് കൊണ്ടാണ്. പക്ഷെ നമ്മൾ എങ്ങനെയാ പ്രതികരിക്കുന്നത്? എനിക്ക് സമയമില്ല, എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെയാണോ നമ്മൾ പ്രതികരിക്കുന്നത്? അല്ല, സ്നേഹിക്കുന്ന യേശുവിന് വേണ്ടി കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ നമുക്ക് ചെയ്യാൻ കഴിയുന്നോ? നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്കൊന്ന് താഴ്ത്തി ഏൽപ്പിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് ഈ നാശകരമായ കുഴിയിൽ നിന്ന്, ശത്രുവിന്റെ ബലമുള്ള ശത്രുവിന്റെ കയ്യിൽ നിന്ന് നമ്മളെ വിടുവിച്ചതല്ലേ? തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും പറയാൻ പറ്റില്ലേ, ഞാൻ എമ്പണ്ടേ നശിച്ചു പോകേണ്ടതായിരുന്നു, കർത്താവ് എന്നെ വിടുവിച്ചത് കൊണ്ട്. ആ വിടുവിച്ച ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് നന്ദിയോടെ പ്രാർത്ഥിക്കാം. പ്രിയ ദൈവദാസിയെ കുടുംബമായി നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അങ്ങനെ കർത്താവിന് വേണ്ടി ഒരു ധീരമായ സ്റ്റെപ്പ് എടുത്ത പ്രിയ സഹോദരി, അതിനുവേണ്ടി വില കൊടുക്കാൻ തയ്യാറായ ഒരു ദൈവദാസൻ. ഈ കാലത്ത് എത്ര പേരങ്ങനെ വില കൊടുക്കും? ആരെന്നറിയില്ല, വിശ്വാസിയാണോ അല്ലയോ എന്ന് ഉറപ്പില്ല, സ്നാനപ്പെട്ടിട്ടില്ല. ഒരു ധീരമായ ഒരു സ്റ്റെപ്പ് എടുത്തു വെച്ചാല്, പാരമ്പര്യം മുറുകെ പിടിക്കാതെ അങ്ങനെ ഒരാളെ സ്വീകരിക്കാൻ
എത്ര പാരമ്പര്യം പറയുന്നത് നമ്മൾക്ക് കഴിയും? കർത്താവ് നോക്കുന്നത് നമ്മുടെ മനോഭാവത്തെയാണ്. യഥാർത്ഥ രക്ഷ നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ, കർത്താവ് നമ്മളിൽ വന്നിട്ടുണ്ടെങ്കിൽ, ആ യഥാർത്ഥ മാനസാന്തരം വന്നിട്ടുണ്ടെങ്കിൽ, അഴിച്ചു കളയാനുള്ള കുറെ പാരമ്പര്യങ്ങളെ നമ്മൾ അഴിച്ചു കളഞ്ഞേ മതിയാകത്തുള്ളൂ. കർത്താവ് അതാ നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു ജീവിതം നയിപ്പാൻ നമുക്ക് മിടിയാകട്ടെ. നമ്മുടെ നാഥൻ പറയട്ടെ, നമ്മുടെ നാഥൻ നമ്മളെ ഓർത്ത് സന്തോഷിക്കട്ടെ. കർത്താവിന് പ്രസാദകരമായ ഒരു ജീവിതം കാഴ്ചവെച്ച് അക്കരെ നാട്ടിൽ ചെല്ലുവാൻ നമ്മളെല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ. തന്ന ഒരു ആയുസ് കർത്താവിന് വേണ്ടി നന്ദിയോടെ, ബലമുള്ള ശത്രുവിന്റെ കയ്യിൽ നിന്ന് നമ്മളെ വിടുവിച്ച ദൈവത്തെ നന്ദിയോടെ സ്തുതിച്ച് ആരാധിച്ച് നമുക്ക് മുന്നേറുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പ്രിയ കുടുംബത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കാം. ദൈവകൃപ അവരുടെ കൂടെ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ അപ്പച്ചൻ ലൈനിലുണ്ടല്ലോ, അപ്പച്ചൻ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് ഈ പ്രിയ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാമോ? അപ്പച്ചൻ ലൈനിലുണ്ടോ? അപ്പച്ചന് കേൾക്കാവോ? അമ്മച്ചി, അപ്പച്ച ആരെങ്കിലും ലൈനിലുണ്ടോ? അമ്മച്ചി, അപ്പച്ചൻ കേൾക്കുന്നോ? അപ്പച്ച കേൾക്കാമോ? ഓക്കെ, അപ്പച്ചനെ കേൾക്കുന്നില്ലെന്ന് തോന്നുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ലിസി ആന്റി ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചാട്ടെ. ഈ കുടുംബത്തെ അനുഗ്രഹിച്ചാട്ടെ. അവരെ ശുശ്രൂഷകളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം കേൾക്കാമോ? ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. സർവശക്തനും നീതിമാനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഹല്ലേലൂയ. നല്ല സന്ദർഭത്തിനായി നന്ദിയോടെ സ്തോത്രം. ഇന്നത്തെ മീറ്റിങ്ങിനായി സ്തോത്രം കർത്താവേ. ഞങ്ങൾക്ക് ഇത്രയും നേരം ഇരുന്നു കൊണ്ട് എന്റെ കർത്താവേ, ഹല്ലേലൂയ, മാറ്റമില്ലാത്ത ആ വചനവും ആ സാക്ഷ്യം കേൾപ്പാൻ എന്റെ കർത്താവ് ചെയ്തതായ വൻകൃപകൾ, ഹല്ലേലൂയ അപ്പാ, കേൾക്കുവാൻ ഇവിടുന്ന് തന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. വിശേഷാല് ഹല്ലേലൂയ പ്രിയ പൈതലിനെ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ് കർത്താവേ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അവരുടെ ഭവനത്തെ ഹല്ലേലൂയ കർത്താവേ, ഗിരിജയെയും കർത്താവേ അവരുടെ കുടുംബത്തെയും ഹല്ലേലൂയ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ. ജീവനുള്ള സാക്ഷിയായി എന്റെ കർത്താവ് നിർത്തിയിരിക്കാൽ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. എന്റെ കർത്താവ് ഹല്ലേലൂയ പെരുവെള്ളത്തിൽ നിന്നും ഹല്ലേലൂയ തീച്ചുളയിൽ നിന്നും വലിച്ചെടുത്ത നല്ല നാഥനെ നന്ദിയോടെ സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവേ. ആ ഭവനത്തെ ഹല്ലേലൂയ സ്വർഗത്തിലെ സകല ആത്മീയ നന്മകളും ഭൂമിയിലെ സകല അനുഗ്രഹങ്ങളും കൊണ്ട് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന നാഥ. നിന്റെ കുഞ്ഞുങ്ങൾ ഹല്ലേലൂയ കയറുന്നിടം അനുഗ്രഹിക്കപ്പെടുവാൻ, അവർ ചെല്ലുന്നിടം അനുഗ്രഹിക്കപ്പെടുവാൻ, അനേകരെ ഹല്ലേലൂയ ഇരുട്ടിൽ നിന്നും വലിച്ചെടുക്കുവാൻ യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. അവരുടെ കുഞ്ഞുങ്ങളും യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായി അവരുടെ ദേശത്തും ഹല്ലേലൂയ ഇപ്പൊ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് ശോഭിക്കുവാൻ എന്റെ കർത്താവ് കൃപ ചെയ്യണം. അവരുടെ കുടുംബത്തെ ഹല്ലേലൂയ അവരുടെ കർത്താവെ മാതാവിനെ എല്ലാം എന്റെ കർത്താവ് രക്ഷയിലേക്ക് നയിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ആ കുടുംബത്തെ എല്ലാം കർത്താവെ രക്ഷിക്കുമരണമേ. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. ഈ വിശ്വാസത്തിലേക്ക് കടന്നു വരുവാനുള്ളവർ വരുവാൻ അവിടുന്ന് കൃപ ചെയ്യുമരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സൂം മീറ്റിംഗിലെ കയറിയിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും അവരുടെ കുടുംബമായി തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവെ. ഈ സാക്ഷ്യം കേട്ട് ആരെങ്കിലും എന്റെ കർത്താവിന്റെ വചനം ആളുടെ കൽപ്പനകൾ അനുസരിക്കാത്തവരുണ്ടെങ്കിൽ എന്റെ കർത്താവെ, ഇനി സമയമില്ല, ഞങ്ങളുടെ മുമ്പിലോട്ട് കാലമില്ല. ഹല്ലേലൂയ, നിത്യതയിൽ ഹല്ലേലൂയ ഞങ്ങൾ ലജ്ജിതരായി നിൽക്കേണ്ടി വരുമോ ഹല്ലേലൂയ എന്ന് ഞങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടുന്ന് കൃപ ചെയ്യുമരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന നാഥ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോഴാകുന്ന രക്ഷാ ദിവസം, ഇന്നലെ സുപ്രസാദ കാലമെന്ന് ഓർത്തുകൊണ്ട് കർത്താവെ ഓരോരുത്തരുമായിരിക്കാൻ ഹല്ലേലൂയ ഞങ്ങൾ നിന്നതല്ല അവിടുന്ന് നിർത്തിയതാണെന്ന് ഹല്ലേലൂയ ചിന്തിപ്പാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും അവിടുന്ന് കൃപ തരുമരണമേ. ഞങ്ങൾ കർത്താവെ ഹല്ലേലൂയ മടി കൂടാതെ എല്ലാവരോട് സുവിശേഷം പറയുവാൻ എല്ലാവർക്കും അവിടുന്ന് കൃപ ചെയ്യുമരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. ഹല്ലേലൂയ, എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ചാട്ടെ. വിശേഷാല് ഫേവയ്ക്കായി ഫാസ്റ്റർക്കായി കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. ഈ സൂം മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമായി തുടർന്നും എന്റെ കർത്താവെ ഹല്ലേലൂയ അനുഗ്രഹത്തോടെ നടക്കുവാൻ, അനേകർ വന്ന് വെളിച്ചം കാണുവാൻ എന്റെ കർത്താവ് കൃപ ചെയ്യുമരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാനവും മൗത്തോടെ നെടുക്കും വരവനായ ഒരു പ്രത്യാശ ഉണ്ട് നിറയ്ക്കും. സകലവും നാമത്തിൽ തന്റെ കൃപയോടെ കേൾക്കണം നല്ല പിതാവേ.
ഇത്രത്തോളം നേരം നമ്മളോട് ദൈവവചനത്തിൽ നിന്നും തന്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്നും നമ്മളോട് പങ്കിട്ട ഗിരിജ സിസ്റ്റർക്ക് പ്രത്യേകം നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമായിരുന്നു. സ്വർഗത്തിൽ നിറഞ്ഞ പ്രതിഫലങ്ങൾ വാങ്ങുവാൻ ദൈവം ഇടയാക്കട്ടെ. ദൈവത്തിന് വേണ്ടി സഹിക്കുന്നതിനും കർത്താവിന് വേണ്ടി ഓടിയതൊന്നും മറന്നു കളയാൻ കർത്താവ് അനീതിയുള്ള ദൈവമല്ല. ദൈവം നിങ്ങളെ കുടുംബമായി അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളെ ഏൽപ്പിച്ച ശുശ്രൂഷകളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന് വേണ്ടി അന്ത്യകാലത്തിൽ ശക്തമായി നിൽക്കുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ നിർത്തുന്നു. ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.